അവരെന്ത് ചെയ്യുക, നിങ്ങളൊന്ന് വിളിക്കുക, അവരെ അറ്റൻഡ് ചെയ്യിക്കുക. അടിപൊളിയായിട്ട് വരുന്ന ഒരു 45 മിനിറ്റ്സ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം നമുക്ക് ഹാപ്പി ആയിട്ട് അറ്റൻഡ് ചെയ്യാം. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വരുന്ന ടൈമിൽ ഓർമ്മപ്പെടുത്തുക. ഇനി ഒറ്റ റിക്വസ്റ്റ്, മാക്സിമം നിങ്ങൾ ഫ്രീ ആണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചുറ്റുപാട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് എന്ത് ചെയ്യുക, നിങ്ങൾ എല്ലാവരും തന്നെ ഓൺ ആക്കി വെക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളുടെ പ്രോഗ്രാമിലേക്ക് കിടക്കാം. എന്തായാലും ആദ്യമേ തന്നെ എല്ലാവരെയും നമ്മളുടെ ഇന്നത്തെ ഈ ഒരു സൂം വെബിനാറിലേക്ക് ആദ്യമേ തന്നെ സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന കേരളത്തിലെ തന്നെ ഏറ്റവും പ്രബലമായിട്ടുള്ള ടീമിന്റെ പേരിലും എന്റെ വ്യക്തിപരമായിട്ട് പേരിലും നിങ്ങൾ എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു സൂം പ്ലാറ്റ്ഫോമിലേക്ക് ആദ്യമേ തന്നെ വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് എനിക്കറിയാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികള് രണ്ട് രീതിയിലുള്ള വ്യക്തികളാണ്. ഒന്നാമത്തെയുള്ള ആൾക്കാര് ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി നമ്മളുടെ നെഞ്ചിൽ വെച്ചിക്കൊണ്ട് എന്ത് ചെയ്യുന്നതാണ്, ഈ ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണ്. രണ്ടാമത്തെ കാറ്റഗറി മറ്റാരുമല്ല, അവരുടെ ക്ഷണം സ്വീകരിച്ചിട്ട് ഇന്നത്തെ എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയാനായിട്ട് എത്തിയ കുറച്ചധികം ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്. അത് ഒരു കാര്യം നിസ്സംശയം പറയാൻ സാധിക്കും, അത് കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും കേരളത്തിന് വെളിയിലുള്ള പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യക്ക് വെളിയിലുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയ സവിശേഷത. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട്, എന്നാൽ എന്താണ്, കൂടുതൽ ടെൻഷനൊന്നും ഇല്ലാതെ വളരെയധികം ഫ്രീ ആയിട്ട് എന്ത് ചെയ്യുക, വരുന്ന മണിക്കൂറുകൾ നിങ്ങളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക. ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പ് തരാം, ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾ ഇതുവരെ പല മീറ്റിങ്ങുകളും പ്രോഗ്രാമുകളും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലൂടെ നിങ്ങൾക്ക് പുതിയൊരു ലൈഫ്, റിയൽ ബിസിനസ് നിങ്ങൾക്ക് ഇവിടെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഞാനിത് നിങ്ങളോട് പറയുന്നത് ബൈ എന്റെ എക്സ്പീരിയൻസിലാണ്. കാരണം ഇന്ന് ഇന്ന് ഈ കേരളക്കരയിലേക്ക് വന്നിരിക്കുന്ന ഈ ഒരു മഹത്തായ പ്രൊജക്ട് എനിക്ക് ഇന്നത്തെ ഈ ഒരു ദിവസം ഏകദേശം ഒരു 9ഓളം പേരിലേക്ക് ഷെയർ ചെയ്യാൻ സാധിച്ചു. അതില് എനിക്ക് തോന്നുന്നത് അവസാനം ഞാൻ സംസാരിച്ച ആ വ്യക്തി എന്നോട് പറഞ്ഞൊരു കാര്യം, ഇത്തരത്തിലുള്ള ഒരു ബിസിനസ് പ്ലാൻ ഇന്ന് കേരളത്തിലല്ല സാറേ, ഇന്ത്യയില് ഒട്ടും, ഞാൻ ഒരുപാട് പ്ലാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു ബിസിനസ് ഞാൻ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ആ ഒരു പ്ലാനാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്നെ പോലെ എനിക്കറിയാം ഇന്ന് ഒരുപാട് പേര് വളരെയധികം എക്സൈറ്റഡ് ആണ്. കാരണം എന്താണെന്നറിയോ, ഇന്നത്തെ ഈ ഒരു ദിവസം വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ്. നമ്മൾ ഇന്ന് ഈ കേൾക്കാൻ പോകുന്ന ഓപ്പർച്യൂണിറ്റിയിലൂടെ ഇന്ന് എന്താണ്, ഫസ്റ്റിലെ കടന്നു വന്നിട്ടുള്ള ഒരുപാട് വ്യക്തികൾ ഇന്നത്തെ ഈ ഒരു ഡേയിലാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഡേ വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. അപ്പൊ എന്തായാലും നമുക്കറിയാം, നമ്മൾ ഏതൊരു ഓപ്പർച്യൂണിറ്റിയും, നമ്മളുടെ മുൻപിലേക്ക് വരുന്ന ഏതൊരു അവസരവും നമ്മൾ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ നമ്മൾ ഒരു നിമിഷം പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇന്നത്തെ ഈ ഒരു സൂം പ്രോഗ്രാം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു നിമിഷം നമുക്ക് ഒരു സൈലന്റ് പ്രയറോട് കൂടി നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ
ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് നിങ്ങൾ ഫ്രീ ആണ്, നിങ്ങൾ ഓക്കെ ആണ്, നിങ്ങളുടെ പ്ലേസ് കംഫർട്ട് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വീഡിയോകളൊക്കെ ഓൺ ആക്കി നല്ല അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ഇരിക്കുക. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു നോട്ട് പാഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ പറയുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് കുറിച്ചെടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇന്ന് നമ്മളോട് ഈ ഒരു വലിയ മഹത്തരമായിട്ടുള്ള ഈ ഒരു ഓപ്പർച്യൂണിറ്റിയെ പറ്റി സംസാരിക്കാൻ പോകുന്ന വ്യക്തി എനിക്ക് 100% ഉറപ്പാണ്. എന്താണ്, വളരെ സിമ്പിൾ ആയിട്ട് ഇന്ന് എവിടെ വേണമെങ്കിലും എനിക്ക് തോന്നുന്നുണ്ട് അദ്ദേഹം ഇന്ന് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ട് ഏകദേശം ഒരു 1 വീക്ക് ആയിട്ട് നാട്ടിലെങ്ങും ഇല്ല. ആള് കാസർഗോഡും കണ്ണൂരും കാലിക്കറ്റും എല്ലായിടത്തും ബിസിനസ് പറഞ്ഞ് തിരിച്ചു വരുന്ന വഴിയാണ്. അത്രയ്ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ബിസിനസ് ചെയ്യുന്നതാണ്. എനിക്ക് ഒരു കാര്യം സംശയമില്ലാതെ നിങ്ങളോട് പറയാൻ പറ്റും. കാരണം ഇന്ന് കേരളത്തില് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഏതൊരു കൊച്ചു കുഞ്ഞിനും പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്യും? വളരെ ഷോർട്ട് ടൈം കൊണ്ട് നമ്മളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്തും. എന്ത് ചെയ്താൽ മതി? നമ്മളിത് സ്വീകരിക്കാനായിട്ട് തയ്യാറായിട്ടിരിക്കുക. എന്തായാലും ഞാൻ തന്നെ കൂടുതൽ എക്സൈറ്റ്മെന്റ് തരുന്നില്ല. ഞാൻ ആ ഒരു വ്യക്തിയെ നമ്മളുടെ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് നമ്മളിലേക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തരുന്നതിനായിട്ട് ഞാൻ അദ്ദേഹത്തെ ഈ ഒരു വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അത് മറ്റാരുമല്ല, ഇന്ന് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, ഇന്ന് സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ആണ് നമ്മളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നതിൽ. ആ SIT-യിൽ തന്നെ ദ യങ് ആൻഡ് ചാമിങ് പേഴ്സണാലിറ്റി, എനിക്ക് തോന്നുന്നത് ഒരുപാട് അച്ചീവ്മെന്റുകൾ പല പ്രൊജക്ടുകളിൽ നിന്നും നേടിയിട്ടുള്ള ഞങ്ങളുടെയൊക്കെ ഗ്രേറ്റ് ആൻഡ് വൈബ്രേറ്റ് ലീഡർ ഹരികൃഷ്ണൻ സാറിനെ ഈ ഒരു വേദിയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഹരി സാർ, പ്ലീസ് വെൽക്കം. താങ്ക് യു ജിവിൻ സാർ, താങ്ക് യു സോ മച്ച്. എന്നാലും ഒരുപാട് ഹാപ്പിയാണ്. ജിവിൻ സാറ് നമ്മളെ വിളിച്ച് കയറ്റുക എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും ത്രില്ലാണ് അല്ലേ? കാര്യം എല്ലാവരും എക്സൈറ്റഡ് ആണ്. ജിവിൻ സാർ പറഞ്ഞ വളരെ കറക്റ്റ് ആണ്. ഈ ഒരു പ്രൊജക്ട് നമ്മളിലേക്ക് വന്നിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ആയിട്ടുള്ളൂ. കറക്റ്റ് പറഞ്ഞ ഒരു 10ാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു. 10 ദിവസമായിട്ടുള്ളൂ. പക്ഷെ ഈ ഒരു 10 ദിവസം കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പ്രൊജക്ട് പലരോടും സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു എനർജി ഉണ്ട്. നിസ്സാര ഒരു പ്രൊജക്റ്റ് അല്ല, നിസ്സാര ഒരു പ്രൊഡക്റ്റ് അല്ല, നിസ്സാര ഒരു ഇൻകം പ്ലാൻ അല്ല. എന്തായാലും ആ ഒരു ഇൻകം പ്ലാൻ ആദ്യമായിട്ട് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ ഒരു ക്ലാരിറ്റി കുറച്ചുകൂടി അറിയാൻ വേണ്ടിയിട്ട് ഒത്തുകൂടിയ കുറച്ച് വ്യക്തികളാണ്. സൗത്ത് ഇന്ത്യൻ ടീം എന്ന് പറയുന്ന മഹത്തായ ഒരു ഓർഗനൈസേഷൻ നയിക്കുന്ന 2 ലെജൻഡ്സ് നമുക്ക് വേണ്ടി കണ്ടെത്തിയ ഒരു പ്രൊജക്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അതിനിടയിൽ തന്നെ എൻ്റെ ഒരു ഹാപ്പിനെസ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ അങ്ങ് കൊല്ലം മുതൽ ഇങ്ങ് കാസർഗോഡ് വരെ നമുക്ക് ഈ പ്ലാൻ പറയാനുള്ള ഭാഗ്യമുണ്ടായി. കഴിഞ്ഞൊരു 10 ദിവസമായിട്ട് വീട്ടിലേക്ക് പോയിട്ടില്ല. ഇന്ന് ഓൺ ദ വേ ആണ്, ഇപ്പോഴും റോട്ടിലാണ്. കാര്യം വേറൊന്നുമല്ല, ഇതിന്റെ ഒരു എക്സൈറ്റ്മെന്റ്, നമ്മൾ എക്സൈറ്റ്മെന്റ് ഓവർലോഡ് എന്നൊക്കെ പറയത്തില്ലേ, അതുപോലത്തെ ഒരു പ്രൊജക്റ്റ് ആണ്, അതുപോലത്തെ ഒരു പ്ലാൻ ആണ്. ഞാൻ എന്തായാലും അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോവാം. നമുക്ക് സ്ലൈഡ് വെച്ച് ഞാൻ വ്യക്തമായിട്ട് പ്ലാൻ പറഞ്ഞു തരാം. ഒരു കാര്യം ഞാൻ പറയാം, നമുക്ക് സൗത്ത് ഇന്ത്യൻ ടീം നമ്മൾ ആലോചിക്കുന്നത് 2 പ്രോഗ്രാമുകളാണ്. ഒന്ന്, എല്ലാ ബുധനാഴ്ചയും വൈകിട്ട് 8 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്. അത് നമ്മുടെ പ്ലാൻ പ്രസന്റേഷൻ പ്രോഗ്രാമാണ്. കാര്യം ഇതിൽ പ്ലാൻ പറയാൻ മാത്രമുണ്ട്, കുറച്ച് നമ്മൾ കേട്ട് മനസ്സിലാക്കി പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുണ്ട്. അതുപോലെ തന്നെ ഞായറാഴ്ചകളിൽ നമ്മുടെ RK സാറിന്റെ നേതൃത്വത്തിൽ നമ്മുടെ പ്രൊഡക്റ്റ്, നമുക്കറിയാം ഒരുപാട് പ്രൊഡക്റ്റുകൾ നമുക്കുണ്ട്. നമ്മുടെ കമ്പനിയുടെ പേര് ജിവിൻ സാർ ഓൾറെഡി പറഞ്ഞു, MR മാർക്കറ്റിംഗ് എന്നാണ്, മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്, മണിറായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. അതിൽ ഒരുപാട് പ്രൊഡക്റ്റുകൾ, 100-ലധികം പ്രൊഡക്റ്റുകളുണ്ട്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ പ്ലാനിനെ പറ്റി നമുക്ക് അറിയാനുണ്ട്. അപ്പൊ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ബുധനാഴ്ചകളിൽ പ്ലാനും ഞായറാഴ്ചകളിൽ പ്രൊഡക്റ്റും റിസൾട്ടുകളുമാണ്. ക്ലിയർ അല്ലേ? അപ്പൊ എന്തായാലും ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സൗത്ത് ഇന്ത്യൻ ടീമിന്റെ പേരിൽ, MR-ന്റെ പേരിൽ ഞാനും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ജിവിൻ സാർ ഒന്ന് ഹോസ്റ്റ് ആക്കുമോ? ഞാൻ സ്ലൈഡ് ഷെയർ ചെയ്യട്ടെ. ഓക്കെ, താങ്ക് യു. ഒരു സെക്കൻഡ്, ഞാൻ ആ സ്ലൈഡ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ അല്ലേ? താങ്ക് യു. ബിസിനസ് പ്ലാൻ ഞാൻ പറഞ്ഞു. നമ്മുടെ പ്രൊജക്ടിന്റെ പേര് മണിറായ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ്. നമുക്കറിയാം, ഒരു പ്രൊജക്ടിനെ പറ്റി നമ്മൾ കൂടുതൽ മനസ്സിലാക്കുമ്പോഴത്തേക്കും അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം.
ആദ്യം ഈ ഒരു പ്രൊജക്ടിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു കമ്പനിയെ പറ്റി നമ്മൾ അറിയണം. എന്താണ് മണിറായ, എന്താണ് ഈ പ്രൊജക്ട്? ഒന്നുമില്ല, വളരെ സക്സസ്ഫുൾ ആയിട്ട് ജനങ്ങളിലേക്ക് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇടനിലക്കാരും പരസ്യക്കാരും ഇല്ലാണ്ട് ഉൽപ്പന്നം നേരിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വിതരണ രീതിയാണ് ഡയറക്ട് സെല്ലിംഗ്. നമുക്ക് എല്ലാവർക്കും അത് വളരെ കൃത്യമായിട്ട് അറിയാം. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ് മണിറായ. അതിൽ തന്നെ നമ്മൾ ഡീൽ ചെയ്യുന്നത് ഹെൽത്ത് പ്രൊഡക്റ്റുകളുണ്ട്, ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റുകളുണ്ട്, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകളുണ്ട്. ഓക്കെ, നമ്മുടെ MD അല്ലെങ്കിൽ എന്തിന് മണിറായ, വൈ മണിറായ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലിയർ ആണ്. കഴിഞ്ഞ 1 year കൊണ്ട് ഒരുപാട് അച്ചീവ്മെന്റുകൾ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റാണ്, ഉണ്ടാക്കിയ ഒരു കമ്പനിയാണ്. കാര്യം 2024 May 1 ഈ ഒരു പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 year ആയിട്ടുള്ളൂ. ഈ 1 year കൊണ്ട് ഇത് കൈവരിച്ച നേട്ടം എന്ന് പറഞ്ഞാൽ 5 കോടിയുടെ ടേൺ ഓവർ ബിസിനസ് ഓൾറെഡി ഈ ഒരു പ്രൊജക്ട്, ഈ ഒരു കമ്പനി കൊണ്ടുവന്നു. അതിൽ തന്നെ നമുക്ക് ഏറ്റവും ഹാപ്പി ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അതിൽ 2.5 കോടിയോളം രൂപ പേ ഔട്ട് കൊടുത്തൊരു കമ്പനിയാണ്. ആ ഇൻകം പ്ലാനാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. കാര്യം 5 കോടി കമ്പനിയിലേക്ക് എത്തിയപ്പോഴത്തേക്കും കൃത്യമായിട്ട് 2.5 കോടി പേ ഔട്ട് കൊടുത്ത ഒരു കമ്പനിയാണ്. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഏകദേശം 175-ലധികം വ്യക്തികളെ ലക്ഷാധിപതിയാക്കാൻ വേണ്ടിയിട്ട് ഈ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട്. കാര്യം അത് ഈ പ്രൊജക്ടിന്റെയും ഈ ഒരു പ്രൊഡക്റ്റിന്റെയും പവറാണ്. നമ്മളത് മനസ്സിലാക്കിയാൽ നമുക്കറിയാൻ പറ്റും എന്താണ് ഇത്രയും ഫാസ്റ്റ് ആയിട്ട് ഇത് ഗ്രോ ചെയ്യുന്നത്. അതുപോലെ തന്നെ 2ഓളം അവാർഡുകൾ നമുക്ക് ഇതിൽ കിട്ടിയിട്ടുണ്ട്. ഒരു യങ് ആയിട്ടുള്ള, ഒരു ഡൈനാമിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ് ഈ ഒരു പ്രൊജക്ട് നയിക്കുന്നത് തന്നെ. അദ്ദേഹത്തിന്റെ പേര് നിതിൻ മഞ്ചപ്പ എന്നാണ്. ചെറുപ്പക്കാരനാണ്, ഒരു 28 വയസ്സിൽ. അദ്ദേഹം പറഞ്ഞ അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടപ്പാണ് ഈ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ. അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് നോക്കിയാൽ കഴിഞ്ഞ 8 വർഷമായിട്ട് പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികളിൽ പ്രവർത്തിച്ച് അദ്ദേഹം അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തൊരു വ്യക്തിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത IT-യും ബിസിനസ്സും ഡയറക്ട് സെല്ലിംഗും കൂടെ ബ്ലെൻഡ് ചെയ്ത ഒരു വ്യക്തി, ഒരു കോമ്പിനേഷൻ. അതിലൂടെ എങ്ങനെ സിമ്പിൾ ആയിട്ട് ജനങ്ങളിലേക്ക് വരുമാനം എത്തിക്കാം, സാധാരണക്കാരിലേക്ക് വരുമാനം എത്തിക്കാം എന്നുള്ള ആ ഒരു റിസർച്ചിന്റെ ഫലമാണ് ഈ ഒരു പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ഹർഷിത മേഡവും അദ്ദേഹവും ഒരുപാട്, എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ബയോമെഡിക്കൽ എഞ്ചിനീയർ ആണ്, ഒരുപാട് ഇദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവർ രണ്ടുപേരുമാണ് ഈ ഒരു പ്രൊജക്റ്റിൽ നമ്മളെ നയിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ പ്രോഗ്രാമാണ്. എന്തൊക്കെയാണ് ഇതിൽ വരുന്ന പ്രൊഡക്റ്റുകൾ? നമ്മൾ RK സാറിന്റെ എല്ലാ ഞായറാഴ്ചയും നമുക്ക് RK സാറിന്റെ പ്രൊഡക്റ്റിന്റെ സൂം ഉണ്ടാവും. ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. കാര്യം ഇതിൻ്റെ അകത്ത് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകളുണ്ട്. ബയോമാഗ്നറ്റിക് തെറാപ്പി നമുക്ക് എന്താണെന്ന് അറിയാം. കാര്യം നമ്മുടെ ബോഡിയുടെ ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കാനും ഓക്സിജൻ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, കൃത്യമായിട്ട് നമുക്ക് മണ്ണിൽ നിന്ന് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടുന്ന ഒരു ചികിത്സാ രീതിയാണ് ബയോമാഗ്നറ്റിക് തെറാപ്പി. അതിൽ തന്നെ ഈ കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ലോകത്തിൽ ഒരു കമ്പനിക്കും ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫുൾ തെറാപ്പിയാണ്. കാര്യം വളരെ റെയർ ആയിട്ടുള്ള കമ്പനികളാണ് അല്ലെങ്കിൽ ഫുൾ തെറാപ്പി നമ്മൾ കേൾക്കാറ് പോലുമില്ല. ഫുൾ തെറാപ്പി എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. നമ്മുടെ മഡ് തെറാപ്പി ഇല്ലേ, എന്ന് വെച്ചാൽ മണ്ണിൽ മൂടുന്ന നമ്മുടെ കഴുത്ത് വരെ ചുറ്റിനും മണ്ണിട്ട് ഒരു ചികിത്സാ രീതിയാണ് മഡ് തെറാപ്പി. അതുപോലെ തന്നെ ഈ തെറാപ്പിയുടെ പ്രത്യേകത, നമുക്ക് മാട്രസ് പാഡും ഉണ്ട്, ബ്ലാങ്കറ്റും ഉണ്ട്. നിയോഡൈമിയത്തിന്റെ ബ്ലാങ്കറ്റും മാട്രസ് പാഡും ഉണ്ട്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത M35 എന്ന് പറയുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള മാഗ്നറ്റ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. അടുത്ത പ്രത്യേകത, ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഒരു 3 ഇഞ്ച് റേഡിയസിൽ നിൽക്കും. കാര്യം നിലവില് നിയോഡൈമി എന്ന് പറയുന്നത് 3-4 കാറ്റഗറി ഉണ്ട്. M11 ഉണ്ട്, 22 ഉണ്ട്, 35 ഉണ്ട്, 55 ഉണ്ട്. അതൊക്കെ നമ്മുടെ മെഷീൻസിൽ ഉപയോഗിക്കുന്നതാണ്. അതില് സാധാരണ നമ്മുടെ ഹ്യൂമൻസിലേക്ക് ഉപയോഗിക്കുന്നതാണ് M22, M35. അതിൽ നിന്ന് ഏറ്റവും കൂടുതൽ കമ്പനികൾ ഉപയോഗിക്കുന്ന M22 ആണ്. ഇതിൽ M35 ആണ്. എക്സ്പെൻസീവ് മാഗ്നറ്റ് ആണ്, റേഞ്ച് കൂടുതലാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ റിസൾട്ട് ഫാസ്റ്റ് ആണ്. വളരെ ഫാസ്റ്റ് ആയിട്ട് റിസൾട്ട് കിട്ടാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അടുത്തൊരു പ്രത്യേകത, ഈ പ്രൊഡക്റ്റുകൾക്ക് പ്യൂർ കോട്ടൺ ആണ്, കട്ടി കൂടുതലാണ്. നമുക്ക് കിടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ഹീറ്റ് റെഡ്യൂസ് ചെയ്യും. നമ്മൾ സാധാരണ മാട്രസ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും ഹീറ്റ് നമുക്ക് നല്ലപോലെ ഫീൽ ചെയ്യുമെങ്കിൽ ഇത് ഹീറ്റ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഒരുപാട് പാക്കേജുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. നമുക്ക് സ്റ്റാർട്ട് റെക്കോർഡിംഗ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഫസ്റ്റ് പാക്കേജ് എന്ന് പറഞ്ഞാൽ സ്റ്റെം സെൽസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. നമ്മുടെ സെല്ലുകളെ
റീജനുവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്, ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. നമ്മൾ അതിന്റെ ഫുൾ ഡീറ്റെയിൽസ്, അതിനെ പറ്റിയുള്ള ഫുൾ ക്ലാസ്സുകൾ, കാര്യങ്ങളൊക്കെ RK-സാറിന്റെ നമുക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു പാക്കേജ്, നമുക്ക് ബേസിക് പാക്കേജ് എന്ന് പറഞ്ഞാൽ 4000 ആണ്. നെക്സ്റ്റ് 9995 രൂപയുടെ ഒരു പാക്കേജ് ഉണ്ട്. അത് ഒരു ബ്ലാങ്കറ്റ് ആണ്. ഇതിനെല്ലാം ഒരു PV വരുന്നുണ്ട്. നമ്മുടെ ബിസിനസ് കാൽക്കുലേഷന് വേണ്ടിയിട്ടാണ്. 4000ന്റെ പ്രൊഡക്റ്റിന്റെ PV എന്ന് പറഞ്ഞാൽ 1000 രൂപയാണ്. 9995 പ്രൊഡക്റ്റിന്റെ PV, ആ ബ്ലാങ്കറ്റിന്റെ 4.5 into 6.5 ആണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത്. അതിന്റെ PV എന്ന് പറഞ്ഞാൽ 3000 PV ആണ്. നെക്സ്റ്റ് വരുന്നത് 10,499. ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ടോട്ടൽ കവറേജിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബയോ മാഗ്നറ്റിക് തെറാപ്പി കിറ്റ് ആണ് 10,499 വരുന്നത്. അതിലുള്ള സംഭവങ്ങളൊക്കെ നമുക്കൊരു മാട്രസ് പാഡ് വരുന്നുണ്ട്, ഒരു സിംഗിൾ മാട്രസ് വരുന്നുണ്ട്, 3x6 ഒരു സിംഗിൾ മാട്രസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പില്ലോ പാഡ് വരുന്നുണ്ട്, ഒരു വാട്ടർ പാഡ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു പെയിൻ റിലീഫ് ബാൻഡ് വരുന്നുണ്ട്, ഒരു പില്ലോ പാഡ് വരുന്നുണ്ട്. ഈ ഒരു 5 കാര്യങ്ങൾ അടങ്ങിയ ഒരു കിറ്റാണ്. ഒരു വ്യക്തിക്ക് ടോട്ടൽ ബോഡിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബയോ മാഗ്നറ്റിക് തെറാപ്പി കിറ്റാണ്. ഇതിന്റെ PV വരുന്നത് 3500 ആണ്. എനിക്ക് നോട്ട് ചെയ്യണമെങ്കിൽ നോട്ട് ചെയ്യാം. വരുന്ന സ്ലൈഡുകളിൽ എന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ബൂസ്റ്റ് കിറ്റ് എന്ന് പറയും. 13,100 ആണ് അതിന്റെ വില. നമുക്ക് ഒരു ബ്ലാങ്കറ്റ് ആണ്, ഡബിൾ ബ്ലാങ്കറ്റ്, ഒറ്റ ബ്ലാങ്കറ്റ് എന്ന് വെച്ചാൽ ഡബിൾ സൈസിൽ 7.5 into 7.5 ആ ഒരു ഒറ്റ ബ്ലാങ്കറ്റ് ആണ്. നമുക്കിപ്പോൾ നമ്മുടെ പാർട്ട്ണറുമായിട്ട് നമുക്ക് ഒറ്റ ബ്ലാങ്കറ്റിൽ നമുക്ക് കിടക്കാം. അതാണ് ഈ ഒരു കിറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് 16,000ന്റെ ഒരു കിറ്റ് ഉണ്ട്. അത് 2 സിംഗിൾ ബ്ലാങ്കറ്റ് ആണ്. ഓക്കെ, നേരത്തെ 13,100ന്റെ PV എന്ന് പറഞ്ഞാൽ 4000 ആണ്. 16,000 തൊട്ടുള്ളതിന്റെ 7,500 PV ആണ്. അതുപോലെ തന്നെ 16,000ത്തിന് അടുത്തൊരു കിറ്റ് ഉണ്ട്. നമ്മുടെ വെൽനെസിന്റെ കുറച്ച് പ്രൊഡക്റ്റുകൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. അതിന്റെ കോംബോ പാക്ക് ആയിട്ടുള്ള ഒരു കിറ്റ്, വെൽനെസ് പ്രൊഡക്റ്റുകളുടെ കോംബോ പാക്ക് ആയിട്ടുള്ള ഒരു കിറ്റ്. അതിന്റെ PV വരുന്നതും 7,500 ആണ്. അടുത്തൊരു പ്രൊഡക്റ്റ് ഡബിൾ ആണ്. ഒരു വീട്ടിലേക്ക് വേണ്ട, ഹസ്ബൻഡിനും വൈഫിനും വേണ്ട, അല്ലെങ്കിൽ അച്ഛനും അമ്മക്കും വേണ്ട, ഡബിൾ ആണ്. 18,000 ആണ് അതിന്റെ റേഞ്ച് വരുന്നത്. അതിനു മുമ്പ് 17,000ന്റെ ഒരു പാക്കും കൂടി ഉണ്ട്, സിംഗിൾ ഫുൾ തെറാപ്പി എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മുടെ മാട്രസ് പാഡും ഉണ്ട്, ബ്ലാങ്കറ്റും ഉണ്ട്, ഒരു വ്യക്തിക്ക് വേണ്ട സിംഗിൾ ഫുൾ തെറാപ്പി. അതുപോലെ തന്നെ 18,000ന്റെ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഡബിൾ ആണ്, D1 എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒറ്റ ഡബിൾ മാട്രസും ഉണ്ട്, അതിന്റെ കൂടെ 2 പില്ലോ ഉണ്ട്, 2 റിസ്റ്റ് ബാൻഡ് ഉണ്ട്, 2 വാട്ടർ പാഡ് ഉണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും ഈ 2 വെച്ചുണ്ട്. ഒറ്റ ഡബിൾ മാട്രസ് ആണ്. ഇതിനും 7,500 PV ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് 2 സിംഗിൾ മാട്രസ് ആണ്. 18,500 ആണ് വില. 2 സിംഗിൾ മാട്രസ് വരും. അതിന്റെ ഒപ്പം എല്ലാം 2 വെച്ച്, 2 വാട്ടർ പാഡ്, 2 പില്ലോ പാഡ്, ബാക്കി എല്ലാ ഐറ്റംസും അതിന്റെ കൂടെ 2 വെച്ച്, ഒരു വീട്ടിലേക്ക് വേണ്ടി, ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള കിറ്റാണ്. ഇതിനും 7,500 PV ആണ്. ഇനി ഇതിന്റെ നെക്സ്റ്റ് പ്രൊഡക്റ്റിന്റെ കോംബോ പാക്ക് വരുന്നത് 23,000 ആണ്. 23,000-ഉം 25,000-ഉം ഉണ്ട്. D3 എന്ന് പറയാൻ പറ്റും. എന്ന് വെച്ചാൽ 3 വ്യക്തികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാം 3 വെച്ചുണ്ട്. 3 സിംഗിൾ മാട്രസ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാം 3 റിസ്റ്റ് ബാൻഡ് ഉണ്ട്, 3 വാട്ടർ പാഡ് ഉണ്ട്, 3 പില്ലോ പാഡ് ഉണ്ട്. 3 വ്യക്തികൾക്ക് ഒരു വീട്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതിന് 10,000 PV ആണ്. അതുപോലെ തന്നെ 25,000ന്റെ ഒരു പാക്ക് ഉണ്ട്. അതിൽ വരുന്നത് ബാക്കി എല്ലാ സാധനങ്ങളും 3 വെച്ച് വരും. ഡബിൾ മാട്രസ് 2 ഉണ്ടാവും. ക്ലിയർ? ഇതിന്റെ പിക്ക് നമുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. കൃത്യമായിട്ട് നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റും. ഇനി ഇതിന്റെ ലാസ്റ്റ് കിറ്റ് എന്ന് പറഞ്ഞാൽ 33,000ന്റെ ഒരു കിറ്റാണ്. 2 പേർക്കുള്ള ഫുൾ തെറാപ്പിയാണ്. എന്ന് വെച്ചാൽ മാട്രസ് പാഡും ഉണ്ട്, ബ്ലാങ്കറ്റും ഉണ്ട്. അത് 2 വ്യക്തികൾക്ക്, ഒരു ഫാമിലിയിലുള്ള, ഇപ്പൊ അച്ഛനും അമ്മക്കാണെങ്കിൽ അങ്ങനെ, ഹസ്ബൻഡിനും വൈഫിനാണെങ്കിൽ അങ്ങനെ, 2 പേർക്കുള്ള ഫുൾ തെറാപ്പി 33,000 ആണ് നമ്മുടെ ലാസ്റ്റ് ബാക്ക്. അതിൽ 10,000 PV ആണ്. ഇതിന്റെ അടുത്തൊരു പ്രത്യേകത, ഇപ്പോൾ കമ്പനിയിൽ നിലനിൽക്കുന്ന ഒരു ഓഫർ എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഒരുപാട് മാട്രസ് പാഡുകൾ ഇന്ന് ഫീൽഡിലുണ്ട്. അത് M11 ഉണ്ട്, M22 ഉണ്ട്. നമുക്ക് അങ്ങനെ നമ്മുടെ കൈവശം മാഗ്നറ്റിക് മാട്രസ് പാഡുകൾ ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനിയായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാം. ഈ 33,000ന്റെ പാക്ക് നമ്മൾ വാങ്ങിയണമെങ്കിൽ ഒരു എക്സ്ചേഞ്ച് ഓഫർ ഇപ്പൊ നിലവിലുണ്ട്. നമുക്കൊരു 7,500 രൂപ നമുക്കത് ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും. അങ്ങനെ നമുക്ക് ഇതിലേത് പ്രൊഡക്റ്റ് വാങ്ങിക്കണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് വാങ്ങി നമുക്ക് സാറ്റിസ്ഫൈഡ് ആകാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് രജിസ്റ്റർ ചെയ്യാം, ഒരു ബിസിനസ് ആയിട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യാം. കാര്യം ഈ ഒരു പ്രസന്റേഷൻ അല്ലെങ്കിൽ ഈ ടൈമിൽ നമ്മൾ ഒത്തുകൂടിയിരിക്കുന്നത് ആ ഒരു ബിസിനസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന്റെ
ഇൻകം പ്ലാൻ. എന്താണ് ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഏറ്റെടുത്താൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ്? നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ, നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കുന്ന ഒരു കാര്യം, നല്ല പ്രൊഡക്റ്റ് ആണോ നല്ല പ്ലാൻ ആണോ? ഒരു കാര്യം ഞാൻ അടിവരയിട്ട് പറയാം, നല്ല പ്രൊഡക്റ്റുകളാണ്. ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റുകൾ മാത്രമല്ല, ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകളുണ്ട്, അഗ്രികൾച്ചർ പ്രൊഡക്റ്റുകളുണ്ട്. ജനങ്ങളിലേക്ക് ഏറ്റവും സെറ്റ് പ്രൊഡക്റ്റുകൾ എത്തിക്കാനുള്ള പ്ലാനാണ്. അതില് പ്രൊഡക്റ്റ് റേഞ്ച് നോക്കിയാൽ ഒരു 70 രൂപ വിലയുള്ള, പോട്ടെ 68 രൂപ വിലയുള്ള സോപ്പ് ഉൾപ്പെടെ ഉണ്ട്. അതിന്റെ MRP ഞാൻ പറഞ്ഞത്, അതിന്റെ DP നമുക്ക് കിട്ടും. ഫേസ് വാഷ് ഉണ്ട്, ഫേസ് ക്രീം ഉണ്ട്, ഹെയർ ഓയിൽ ഉണ്ട്. അങ്ങനെയുള്ള ഏറ്റവും സെറ്റ് സാധനങ്ങൾ ഓൾറെഡി ഈ പ്രൊജക്റ്റിൽ അവൈലബിൾ ആണ്. നെക്സ്റ്റ് കാറ്റഗറി പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ വെൽനസ് പ്രൊഡക്റ്റുകൾ. ലോക്കൽ പ്രൊഡക്റ്റ് അല്ലാട്ടാ, ആയുഷ് സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് ആ പ്രൊഡക്റ്റിന്റെ ഇതിൽ ബോട്ടിൽ തന്നെ ഉണ്ട്. അതിലുണ്ട് ആ ഒരു സർട്ടിഫിക്കറ്റ് എംബ്ലം പതിച്ച പ്രൊഡക്റ്റുകൾ. 100% നമുക്ക് പറയാം ക്വാളിറ്റി പ്രൊഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പിന്നെ ഞാൻ പറഞ്ഞു ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ്, നമ്മുടെ മൂന്നാമത്തെ കാറ്റഗറി ബയോ മാഗ്നറ്റിക് പ്രൊഡക്റ്റ് M35 ആണ്. N35 എക്സ്പെൻസീവ് മാഗ്നറ്റാ, റിസൾട്ട് ഫാസ്റ്റ് ആണ്. കാര്യം ഇതിന്റെ ഡെമോ നമ്മൾ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എത്രമാത്രം. അത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു മാട്രസ് പാഡ് നിങ്ങൾ വിരിച്ചിട്ടിട്ട് ആ ഒരു പില്ലോ പാഡ് അതിന്റെ മേളിൽ ഇങ്ങനെ ഇട്ട് വലിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് വരത്തില്ല. കാര്യം അത്രയും പവർഫുൾ മാഗ്നറ്റ് ആണ്, അത്രയും പവർഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. ഈ പ്രൊഡക്റ്റ് ജനങ്ങളിലേക്ക് എത്തിച്ചാൽ എന്താണ് നമ്മുടെ ബെനിഫിറ്റ്? ഈ കമ്പനിയുടെ പാർട്ടായിട്ട് നമ്മൾ വർക്ക് ചെയ്യാൻ തയ്യാറായാൽ, നമ്മുടെ ഇഷ്ടാട്ടാ, പാർട്ട് ടൈം ആയിട്ടോ ഫുൾ ടൈം ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. നിങ്ങളൊരു അഡീഷണൽ ഇൻകം ആഗ്രഹിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നിങ്ങൾക്ക് ജോലിയിൽ നിന്ന് ഇന്ന് കിട്ടുന്ന വരുമാനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഞാൻ അങ്ങനെ ചൂസ് ചെയ്ത വ്യക്തിയാണ്. അങ്ങനെ ചൂസ് ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്. ഈ ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ചൂസ് ചെയ്ത ഒരുപാട് വ്യക്തികളുണ്ട്. കാര്യം ചുരുങ്ങിയ സമയം കൊണ്ട് ലൈഫ് സെറ്റ് ചെയ്യാൻ പറ്റും. അതിന് ബെസ്റ്റ് ഒരു പ്ലാനും കൂടി നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് ചേഞ്ച് ആവും. ഞാൻ പ്ലാനിലേക്കാണ് കിടക്കുന്നത്. നിങ്ങളൊരു ഡയറി പെന്നും ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. വളരെ പ്രധാനപ്പെട്ട ഒരു പ്ലാനാണ്. കാര്യം നമ്മൾ ജസ്റ്റ് ഈ പ്രൊഡക്റ്റ് വാങ്ങി നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമ്മൾ ഇതിന്റെ ഒരു ബിഗിനറാണ്. നമ്മൾ എന്ത് വിളിക്കും? ബിഗിനർ എന്ന് വിളിക്കും. കാര്യം നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളത്. ആ ബിഗിനർ വരുമാനം കിട്ടണമെങ്കിൽ സെയിൽസ് പ്രൊമോട്ടറായിട്ട് മാറണം. ഈ സെയിൽസ് പ്രൊമോട്ടറായിട്ട് മാറാൻ വേണ്ടിയിട്ട് ഒരു സിമ്പിൾ ക്രൈറ്റീരിയ ഉണ്ട്. ഞാൻ എടുത്തു പറയാൻ കാര്യം അത്രയും സിമ്പിൾ ആയതുകൊണ്ടാണ്. അതിന്റെ ക്രൈറ്റീരിയ ഇതാണ്: ഡയറക്റ്റ് 2 സ്പോൺസർ. നമുക്ക് 2 ടീമാണല്ലോ, ഒരു A ടീമും ഉണ്ട്, ഒരു B ടീമും ഉണ്ട്. അങ്ങനെ ഡയറക്റ്റ് ഓരോ സ്പോൺസർ വീതം, അങ്ങനെ 2 സ്പോൺസർ കൊടുക്കുക. നമ്മുടെ A ടീമില് ഒരു 3000 PV വരിക, B ടീമില് ഒരു 3000 PV വരിക. 3000 PV എന്ന് പറഞ്ഞാൽ ഒരു 9995 ഒരു പ്രൊഡക്റ്റോ, 4000 1000 PV ഒരു 3 പ്രൊഡക്റ്റോ എന്തും ആകാം, എങ്ങനെയാവാം. ഒരു 10499 ഒരു സിംഗിൾ പാക്കും ആവാം. അങ്ങനെ 3000 PV മാച്ച് ആയാൽ, ഒരു പ്രൊഡക്ഷൻ മാച്ച് ആയാൽ 750 രൂപ കിട്ടും. 750 രൂപ. നമ്മള് സെയിൽസ് പ്രൊമോട്ടർ എന്ന് പറയുന്ന റാങ്കിലേക്ക് എത്തി. നിങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്ത ഡേറ്റ് മുതൽ 30 ദിവസത്തിനുള്ളിലല്ല, 7 ദിവസത്തിനുള്ളിലാണ് നിങ്ങൾ ഈ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യുന്നതെങ്കിൽ, 7 ഡേയ്സിനുള്ളിൽ ക്രൈറ്റീരിയ ഫില്ല് ചെയ്താൽ 750 രൂപ കിട്ടുന്നതിനോടൊപ്പം ഒരു 5000 രൂപ വർത്തുള്ള വെൽനസ് പ്രൊഡക്റ്റിന്റെ ഒരു ഗിഫ്റ്റ് പാക്കും കൂടി നിങ്ങൾക്ക് കിട്ടും കമ്പനിയുടെ ഭാഗത്ത് നിന്ന്. അതിൽ പല പ്രൊഡക്റ്റുകളുണ്ടാവും, പല കോംബോ പ്രൊഡക്റ്റുകൾ നമുക്കുണ്ടാവും. അതുകൂടി നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ആ ഒരു ഗിഫ്റ്റ് അടിക്കാൻ വേണ്ടി ശ്രമിക്കുക. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഇന്നലെയാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ട് അതിന്റെ ഐഡി വെച്ച് തുടങ്ങിയത്. ഒരുപാട് പേര്, നാളെ പിക്കുകൾ വരും, ഒരുപാട് പേര് 5000 രൂപയുടെ ഗിഫ്റ്റ് ഓൾറെഡി പർച്ചേസ്, അത് ഗിഫ്റ്റ് നേടിക്കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇന്ന് ഈ ഒരു സൂം അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ അടുത്ത പ്രത്യേകത 3 വരുമാനം: ഡെയിലി ഇൻകം, വീക്ക്ലി ഇൻകം, മന്ത്ലി ഇൻകം. നമ്മൾ ജോലിക്ക് പോയാൽ നമുക്ക് ഒരൊറ്റ വരുമാനം, മാസത്തിൽ ഒരിക്കൽ. ഇതിന്റെ പ്രത്യേകത, മാസത്തിൽ ഒരിക്കലുള്ള വരുമാനമുണ്ട്, ആഴ്ചയിലും വരുമാനമുണ്ട്, പോട്ടെ ഡെയിലി വരുമാനമുണ്ട്. ഇന്ന് സെയിൽ ക്ലോസ് ചെയ്താൽ, ഇന്ന് ബിസിനസ് നമ്മൾ ക്ലോസ് ചെയ്താൽ നാളെ 4 മണിക്ക് മുമ്പ് അക്കൗണ്ടിൽ കയറും. നാളെ ക്ലോസ് ചെയ്താൽ മറ്റന്നാൾ 4 മണിക്ക് മുമ്പ്, വൈകിട്ട് 4 മണിക്ക് മുമ്പ് അക്കൗണ്ടിൽ കയറും. ഡെയിലി വരുമാനം, മാസം 60 പേ ഔട്ട്. അതിന്റെ ഫസ്റ്റ് ഇൻകം, ഡെയിലി ഇൻകത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഡെയിലി ഇൻകം
വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ആ ഒരു എൻട്രി ലെവൽ പാക്ക് 4000 ബോക്സ് നിങ്ങൾ ആദ്യം കണ്ടതല്ലേ, സ്റ്റെം സെൽസിന്റെ പ്രൊഡക്റ്റ് ആണ്. അതിന് 1000 PV ആ. എങ്ങനെയാണ് ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത്? വളരെ സിമ്പിൾ ആണ്. നമ്മൾ മിനിമം 1000 PVക്ക് നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത വ്യക്തിക്ക് ഞാൻ ഈ പറയുന്ന എല്ലാ ബെനിഫിറ്റുകളും കിട്ടും. ഒരു ഹിഡൻ അജണ്ടയും ഇല്ല. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ വലിയ ബോക്സ് എടുത്ത് സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. മിനിമം 4000 രൂപയുടെ പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എല്ലാ ബെനിഫിറ്റും കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മൾ ക്രൈറ്റീരിയ ഫില്ല് ചെയ്തു, അത് കഴിഞ്ഞു. ഇനി വരുമാനത്തിലേക്ക് കേട്ടോ വരാൻ പോകുന്നു. ക്രൈറ്റീരിയ കഴിഞ്ഞു. നമ്മുടെ എ ടീമിൽ ഒരു 1000 PVയുടെ പ്രൊഡക്റ്റ്, ഒരു 4000 രൂപയുടെ ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തു. ബി ടീമിൽ ഒരു 4000 രൂപയുടെ പ്രൊഡക്റ്റ് കൊടുത്തു. എത്ര രൂപ കിട്ടും? ഒരു ഡയറി പെൻ ഉണ്ടെങ്കിൽ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. 1000 PV ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത് 1000 + 1000. സ്ലൈഡിൽ കാണാൻ പറ്റും, സ്ക്രീൻഷോട്ട് എടുത്ത് അറിയാൻ പറ്റും. 1000 + 1000 2000 PV ഇൻറ്റു 0.33 ഈക്വൽ ടു 660. നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് കാണാൻ പറ്റും, 660 എന്ന് വെച്ചാൽ ഒരു കണ്ടീഷനും ഇല്ല. നിങ്ങൾ ഇന്ന് 4000 ഒരു സെയിൽ വെച്ചു, നിങ്ങൾ ഒരു വർഷം കഴിഞ്ഞാണ് ഇപ്പുറത്തൊരു സെയിൽ വെക്കുന്നതെങ്കിലും 4000 1000 PV മാച്ച് ആയാൽ 660 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും. 2% മാത്രമേ ടാക്സ് പോകുള്ളൂ. ഇനി അടുത്ത പ്രത്യേകത ശ്രദ്ധിച്ചോട്ടെ, ഇത് നിസ്സാരമല്ല. നിങ്ങളുടെ ക്രൈറ്റീരിയ ഫില്ലായി. ഓക്കെ, നമ്മുടെ ക്രൈറ്റീരിയ ഫില്ലായിട്ട് ഒരു മാസമായി, ഒരു കുഴപ്പമില്ല. നമ്മൾ ബിസിനസ്സിലേക്ക് വരിക, നമ്മൾ തുടങ്ങാൻ പോയി. ഞാൻ ഒരാഴ്ച ഇതിന്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ട്, വീക്കിലിയാണ്, ഒരാഴ്ച കണക്കാക്കും. ഞാൻ ഈ തിങ്കളാഴ്ച ഞാൻ 4000 ഒരു പ്രൊഡക്റ്റ് കൊടുത്തു. ഈ ശനിയാഴ്ച അടുത്ത പ്രൊഡക്റ്റ് കൊടുത്തു. തിങ്കൾ ടു സൺഡേ ആണ് ഒരു വീക്ക് എന്ന് പറയുന്നത്. ഈ ആഴ്ചക്കുള്ളിൽ നമുക്ക് 2 ഡയറക്റ്റ് റെഫറൽ കൊടുക്കാൻ പറ്റിയാൽ എ ടീമിൽ ഒരെണ്ണം, ബി ടീമിൽ ഒരെണ്ണം, 660 രൂപ നമുക്ക് മാക്സിമം ബോണസും കിട്ടും. അതിന്റെ കൂടെ 4000 നമുക്ക് ഡയറക്റ്റ് സ്പോൺസർ എന്ന് പറഞ്ഞാൽ 500 രൂപയാ. 500 + 500 1000 രൂപ അതും കിട്ടും. അങ്ങനെ 1660 രൂപ കിട്ടും. എന്ന് വെച്ചാൽ ഒരാഴ്ചക്കുള്ളിൽ 2 4000 പ്രൊഡക്റ്റ് കൊടുത്താൽ 1660. ഇനി ടൈം ലിമിറ്റ് ഒന്നുമില്ല, നിങ്ങൾ എപ്പോ കൊടുത്താലും 660. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തതിലേക്ക് പോകുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നെക്സ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് 9995 നമ്മുടെ ബ്ലാങ്കറ്റാ. അതിലുള്ളത് 3000 PV. 3000 PV ഞാൻ ഇന്ന് ഒരു 3000 PVയുടെ ബ്ലാങ്കറ്റ് ഞാൻ കൊടുത്തു. ഞാൻ ആ സെയിൽ ക്ലോസ് ചെയ്തു, രജിസ്റ്റർ ചെയ്തു, സൈറ്റിൽ രജിസ്റ്റർ ചെയ്തു. ഞാൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത സെയിൽ എടുക്കുന്നത്. ഓക്കെ, എപ്പോ എടുത്താലും ഇവിടെ കാൽക്കുലേഷൻ വരുന്നത് 3000 + 3000 6000 ഇൻറ്റു 0.33 1980 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറും. എപ്പോ വെച്ചാലും കയറും, ഒരു കണ്ടീഷനും ഇല്ല, ഒന്നുമില്ല. ഇവിടെയും 2 കട്ട് ഓഫാ. രാവിലെ 5 മണി മുതൽ വൈകിട്ട് 5 മണി വരെ ഒരു കട്ട് ഓഫാ. വൈകിട്ട് 5 മണി മുതൽ രാവിലെ 5 മണി വരെ അടുത്ത കട്ട് ഓഫാ. ഈ കട്ട് ഓഫിനുള്ളിൽ വരണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇന്ന് വെച്ചു ഒരു വർഷം കഴിഞ്ഞ് വെച്ചാലും നമുക്ക് കിട്ടും. ഇനി നിങ്ങളൊരു ബിഗിനർ, നമ്മൾ തുടങ്ങിയല്ലേ, നമുക്ക് തുടക്കക്കാർക്ക് കുറച്ചും കൂടി ഒരു സംഭവമുണ്ട്. എപ്പോ വെച്ചാലും 1980 രൂപ കിട്ടും. ഇനി നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടാണ് കൊണ്ടുവരുന്നതെങ്കിൽ, അത് ഒരാഴ്ചക്കുള്ളിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ, ഇതിന്റെ ഡയറക്റ്റ് സ്പോൺസറിംഗ് എന്ന് പറഞ്ഞാൽ 780. ഓക്കെ, 750 നിങ്ങൾ തിങ്കളാഴ്ച ഒരെണ്ണം വെച്ചു, ഞായറാഴ്ചക്കുള്ളിൽ അടുത്ത് വെക്കാൻ പറ്റി കഴിഞ്ഞാൽ 1980 എപ്പോ വെച്ചാലും കിട്ടും. അതിനൂടെ 750 + 750 1500 കൂടി കിട്ടും. അങ്ങനെ 3480 രൂപ അക്കൗണ്ടിൽ കയറും. 9995 പ്രൊഡക്റ്റ് കൊടുത്താൽ 3480 അക്കൗണ്ടിൽ കയറുന്നു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. സിംഗിൾ പാക്ക്. ഒരു വ്യക്തിക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഉള്ള സിംഗിൾ മാട്രസും പില്ലോ പാഡും വാട്ടർ പാഡും പെയിൻ റിലീഫ് പാൻറ്റും മറ്റേ ബ്രേസ്ലെറ്റും ഇതെല്ലാം കൂടിയുള്ള പാക്ക്. ഈ എല്ലാം കൂടിയുള്ള പാക്കിന് വരുന്നത് 3500 PV ആണ്. വെറും 1499. ക്ലിയർ? ഈ 1499 പാക്ക് 3500 PV. ക്ലിയർ? ഈ 3500 PV ഒരെണ്ണം ഞാൻ ഇന്ന് വെച്ചു, ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത് വെക്കുന്നത്. ഒരു കണ്ടീഷനും ഇല്ല കേട്ടാ. കാൽക്കുലേഷൻ വരുന്നത് 3500 + 3500 7000 ഇൻറ്റു 0.33 2310. നിങ്ങളെ എപ്പോ വെച്ചാലും 2310. 1500 രൂപയുടെ പ്രൊഡക്റ്റ് നിങ്ങളെ എപ്പോ പെയർ ചെയ്താലും
2310 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ കയറും. തീർന്നില്ല. നിങ്ങൾ ഡയറക്റ്റ് ആണ് കൊണ്ടുവരുന്നതെങ്കിൽ, ടീമിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ 2310. ഇനി ഡയറക്റ്റ് ആണ് നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ 750 പ്ലസ് 750, കാര്യം ഇതിന്റെ ഡയറക്റ്റ് സ്പോൺസറിങ് 750 പ്ലസ് 1500 കൂടി കൂടും. അങ്ങനെ 3810 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ വരും. എന്ന് വെച്ചാൽ 1499ന്റെ 2 പ്രൊഡക്റ്റ് നിങ്ങൾ കൊടുത്താൽ 3810 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. വിത്തിൻ 1 വീക്ക് ആണെങ്കിൽ എപ്പോ വെച്ചാലും 2310 രൂപ കിട്ടും. ക്ലിയർ? ഇനി അടുത്ത പാക്കേജ് 13100. ഞാൻ ആദ്യം പറഞ്ഞില്ല, നമ്മുടെ ഒരു സിംഗിൾ ബ്ലാങ്കറ്റ് ആണ്, നമുക്ക് പുതച്ച് കിടക്കാം, 2 പേർക്ക്, തണുപ്പൊക്കെ അല്ലേ, അടിപൊളിയായിട്ട് കിടക്കാം. ഓക്കെ, സിംഗിൾ ബ്ലാങ്കറ്റ് ആണ്. അതിന് വരുന്നത് 4000 PV ആണ്. 4000 PVയുടെ കാൽക്കുലേഷൻ വരുന്നത് 4000 പ്ലസ് 4000 എപ്പോ വെച്ചാലും കിട്ടൂട്ടാ. 8000 ഇൻറ്റു 0.33 ഏകദേശം 2640 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരും. എപ്പോ വെച്ചാലും 13000ന്റെ 2 പ്രൊഡക്റ്റ് എപ്പോ വെച്ചാലും 2640 രൂപ. അതിന്റെ ഡയറക്റ്റ് റെഫറൽ എന്ന് പറഞ്ഞാൽ 750 പ്ലസ് 750 1500 ആണ്. അങ്ങനെ 4140 രൂപ ഒരാഴ്ചക്കുള്ളിൽ നിങ്ങൾ 2 വെച്ചാലുള്ള കാര്യം ഞാൻ പറയുന്നത്. എപ്പോ വെച്ചാലും നിങ്ങൾക്ക് കിട്ടും. ഇനി ആഴ്ചക്കുള്ളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്ട്രാ ഒരു 1500 കൂടി കിട്ടും. ഒരു രക്ഷയില്ല എന്റെ ഇൻകം എന്ന് പറഞ്ഞാൽ 16000 എന്ന് പറഞ്ഞാൽ 7500 PV. 7500 PV എന്ന് പറഞ്ഞാൽ ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അതാണ് നമ്മുടെ ടോപ്പ് PV. 7500 PVയുടെ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഇന്ന് കൊടുത്തു. എന്റെ ഫ്രണ്ട്, ഞാൻ ഇന്നൊരു പ്രൊഡക്റ്റ് കൊടുത്തു. ഞാൻ 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ അടുത്ത പ്രൊഡക്റ്റ് കൊടുക്കാൻ പോകുന്നത്. അതിന്റെ കാൽക്കുലേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചോ, എഴുതി വെച്ചോ. എന്ന് വെച്ചാൽ വെറും 16000ന്റെ 2 പ്രൊഡക്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. 16000 രൂപ, 16000 രൂപയുടെ 2 പ്രൊഡക്റ്റ്. 7500 പ്ലസ് 7500 15000. 15000 ഇൻറ്റു 0.33 ഈക്വൽ ടു 4950 രൂപ. എപ്പോ വെച്ചാലും 4950 ടീമിലൂടെ നടന്നാൽ മതി, നമ്മൾക്ക് കൊണ്ടേ വെക്കണ്ട. ടീമിൽ വെച്ചാലും 4950 രൂപ തരുന്ന കമ്പനിയാണ് MR മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇനി അടുത്തൊരു പോയിന്റ്, നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവന്നതാണെങ്കിൽ കൊണ്ടുവരാലോ, ടീമിലൂടെ നടന്നാൽ ഇത് കിട്ടും. ഇനി നിങ്ങൾ ഡയറക്റ്റ് കൊണ്ടുവന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരാഴ്ചക്കുള്ളിൽ നിങ്ങളുടെ A ടീമിലും B ടീമിലും പ്ലേസ് ചെയ്യാൻ പറ്റിയാൽ 16000ന്റെ റെഫറൽ ബോണസ് എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 പ്ലസ് 1000 2000. അങ്ങനെ 4950 ഇൻറ്റു പ്ലസ് 2000 6950 എന്ന് വെച്ചാൽ 16000ന്റെ 2 പ്രൊഡക്റ്റ് നിങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അറൗണ്ട് 7000 രൂപ തരുന്ന കമ്പനിയാണ് MR മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്തതിലേക്ക് പോവുകയാണ്. 17000ന്റെ പ്രൊഡക്റ്റ് സെയിം. 17000ന്റെ പ്രൊഡക്റ്റും ഈ ഒരു റേഞ്ച് നമുക്ക് 7500 ആണ് 17000ന്റെ ഇതിലും വരുന്നത്. 7500 മാച്ച് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കാൽക്കുലേഷൻ 4950. ഇനി 18000ന്റെ പ്രൊഡക്റ്റ്, 18500 പ്രൊഡക്റ്റ് വ്യത്യാസം വരുന്നത് 18000 എന്ന് പറയുന്നത് D1 ആണ്, 18500 എന്ന് പറയുന്നത് D2 ആണ്. ക്ലിയർ? 7500 PV ആണ്. 7500 PV 4900 എപ്പോ വെച്ചാലും 4950. അതിന്റെ ഡയറക്റ്റ് സ്പോൺസർ വരുന്നത് 1000 ആണ്. അങ്ങനെ 6950. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി 23000. കഴിഞ്ഞ 1 വീക്ക് ആയിട്ട് ഈ പ്ലാൻ പറഞ്ഞ് കാര്യം ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. കാര്യം നമ്മുടെ കൂടെ ഉള്ളവരും പൈസ കിട്ടും എന്നുള്ളത് നമുക്കറിയാം. ബിസിനസ് ചെയ്ത കാശ് കിട്ടും. ക്ലിയർ അല്ലേ? നമുക്ക് അതിന്റെ ഒരു സന്തോഷമുണ്ട്. കാര്യം അവർ എപ്പോ ചെയ്താലും കിട്ടുമല്ലോ, ഒരു കണ്ടീഷനും ഇല്ലല്ലോ. അതുകൊണ്ട് പ്ലാൻ പറഞ്ഞു തൊണ്ട പോയി. എന്നാലും ഞാൻ പറയാം, നമുക്ക് 23000ന്റെ പാക്കേജ്, 23000ന് 10000 PV ആണ്. നിങ്ങൾ നോട്ട് ചെയ്യണം, 10000 PV. 10000 പ്ലസ് 10000 20000 ഇൻറ്റു 0.33. ഓക്കെ, 23000ന് വരുമ്പോഴത്തേക്കും 0.33 6600 എന്ന് വെച്ചാൽ 23000ന്റെ 2 പ്രൊഡക്റ്റ് കൊടുത്താൽ അത് എപ്പോ കൊടുത്താലും 6600. ഇനി നിങ്ങൾ അത് ഡയറക്റ്റ് സ്പോൺസർ ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ 1500 പ്ലസ് 1500 ഒരു 3000 രൂപ കൂടി ആഴ്ചക്കുള്ളിൽ, ഒരാഴ്ചക്കുള്ളിൽ കൊടുത്താൽ നിങ്ങൾക്ക് 3000 രൂപ കൂടി എക്സ്ട്രാ കിട്ടും. ഇനി ലാസ്റ്റ് പാക്കേജ് 33000. 33000നും 10000 PV യാ. ഭയങ്കര റിസൾട്ടാ. ഇതിന്റെ ഡയറക്റ്റ് സ്പോൺസർ കിട്ടുന്നത് 2000 രൂപയാ. എന്ന് വെച്ചാൽ A ടീമിൽ ഒരെണ്ണം കൊടുത്തു,
ഇനി ഒരു വർഷം കഴിഞ്ഞിട്ട് അപ്പുറത്ത് കൊടുത്താലും നമുക്ക് എത്ര രൂപ കിട്ടും? ആ 10,000 PV മാച്ച് ചെയ്ത് 6,600 എന്തായാലും കിട്ടും. ഇനി ഒരാഴ്ചക്കുള്ളിലാണ് നമ്മൾ ഇത് 2 കൊടുക്കുന്നതെങ്കിൽ അതിന്റെ കൂടെ ഒരു 4,000 രൂപ എന്ന് വെച്ചാൽ 33,000ന്റെ 2 പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്താൽ 10,600 രൂപ നമ്മുടെ അക്കൗണ്ടിൽ വരും. ഹാപ്പി അല്ലേ? ഞാൻ ഭയങ്കര ഹാപ്പിയാ. കാര്യം ഇത് നിസ്സാര ഇൻകം പ്ലാൻ അല്ല. ഇനി ഇതിന്റെ ഈ മാക്സിമം ബോണസിന്റെ സീലിംഗ് വരുന്നത് ഒരു 12 മണിക്കൂറിൽ 5,000 രൂപയാണ്. 2 കട്ട് ഓഫ് 5 to 5 5 to 5. അങ്ങനെ ഒരു ദിവസം ഇതിന്റെ സീലിംഗ് വരുന്നത് 10,000 രൂപ. കഴിഞ്ഞില്ല. അടുത്ത വരുമാനം ഞാൻ ഈ പറഞ്ഞ ഡെയിലി കിട്ടുന്ന കേട്ടാ. ഇന്ന് വെച്ചാൽ നാളെ കിട്ടും, നാളെ വെച്ചാൽ മറ്റന്നാൾ നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. ഡെയിലി വരുമാനം. അടുത്തൊരു വരുമാനം നിങ്ങൾ എഴുതി വെച്ചോ, പെർഫോമൻസ് ബോണസ്. ഇതും ഡെയിലിയാ. പെർഫോമൻസ് ബോണസ് കിട്ടാൻ PV ബാധകമല്ല, എണ്ണം മതി. നമ്മുടെ A ടീമിൽ ഒരു 2 സെയിൽ നടന്നു, B ടീമിൽ 2 സെയിൽ നടന്നു. ഇതിനാണ് നമുക്ക് 12 മണിക്കൂറിന്റെ സൈക്കിൾ ഉള്ളത്, കട്ട് ഓഫ് ഉള്ളത്. A ടീമിൽ 2 സെയിൽ, B ടീമിൽ 2 സെയിൽ നടന്നാൽ 1,000 രൂപ. നമുക്ക് മറ്റേ അവയർനെസ് മാച്ചിങ് ബോണസ് കിട്ടുന്ന കൂടാണ്ട് കിട്ടുന്നതാ. A ടീമിൽ ഒരു 4 സെയിൽ നടന്നു, B ടീമിൽ ഒരു 4 സെയിൽ കട്ട് ഓഫിൽ നടന്നു, 3,000. A ടീമിൽ 8, B ടീമിൽ 8, 5,000. A ടീമിൽ 10 സെയിൽ നടന്നു, B ടീമിൽ 10 സെയിൽ നടന്നു, 7,000. പെർഫോമൻസ് ബോണസ് ഒരു 12 മണിക്കൂറിൽ 7,000. അങ്ങനെ 7,000 പ്ലസ് 5,000. ഒരു 12 മണിക്കൂറിൽ നമ്മുടെ സീലിംഗ് ലിമിറ്റ് 12,000. ഒരു ദിവസം 12,000 പ്ലസ് 12,000 24,000 രൂപ നമുക്ക് എൺ ചെയ്യാം. 24,000 രൂപ ഒരു ദിവസം. സെയിൽസ് പ്രൊമോട്ടർ എന്ന് പറഞ്ഞ റാങ്കുകാർക്ക് ഒരു ദിവസം 24,000 രൂപ. നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എക്സാമ്പിൾ ഞാൻ ഓൾ ഓവർ കേരള വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കേരളത്തിന് പുറത്തേക്ക് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചേർത്തല എന്റെ സ്ഥലം, ഞാൻ പറഞ്ഞു ആലപ്പുഴ ചേർത്തലയാണ്. ഞാൻ ഇവിടെ നിന്ന് കണ്ണൂര് പോയിട്ട് ഞാൻ വർക്ക് ചെയ്തു. കുറച്ച് സെയിലുകൾ എടുത്തു. എന്റെ ഫ്രണ്ടിന്റെ കെയർ ഓഫിലാണ് വന്നത്. ആ സെയിലുകൾ ഞാൻ സ്പോട്ടിൽ പ്ലേസ് ചെയ്തു. ഞാൻ തിരിച്ചു പോന്നിട്ട് ഞാൻ നാളെ ആലപ്പുഴ പോയിട്ട് വർക്ക് ചെയ്തു. ഓൾറെഡി കണ്ണൂർ പോയിട്ട് വർക്ക് ചെയ്തപ്പോൾ ഞാൻ ഒരു 600 PV എനിക്ക് ടോട്ടൽ സെയിൽ കിട്ടി. പക്ഷെ അതിന്റെ 1 സൈഡ് ആണ്. എനിക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കൂട്ടുകാരൻ നീ ധൈര്യമായിട്ട് സെയിൽ വെക്കാൻ പറഞ്ഞു. അവൻ സെയിൽ വെച്ചു, അവന് വരുമാനം കിട്ടി. ഞാൻ തിരിച്ചു പോന്നു. ഞാൻ ഒരാഴ്ചക്ക് ശേഷമാണ് ഞാൻ ആലപ്പുഴയിൽ വർക്കിന് പോകുന്നത്. ആലപ്പുഴയിൽ വർക്കിന് പോയപ്പോൾ എനിക്ക് അടുത്തൊരു സെയിൽ കിട്ടി. ക്ലിയർ അല്ലേ? ഞാൻ അവിടെ നിന്ന് ഒരു 100 PV എനിക്ക് 2 സെയിൽ കിട്ടിയെന്ന് വെച്ചോ. ഞാൻ രാവിലെ ഒരു 100 PV വെച്ചു, 5,000. വൈകിട്ടും ഒരു 7,500 PV വെച്ചു, 10,000. എന്ന് വെച്ചാൽ നമുക്ക് 7,500 PV ആണ് നമുക്ക് കാൽക്കുലേഷൻ വരുന്നത്. രാവിലെ ഒരു 7,500 PV വെച്ചു, 5,000 കിട്ടി. വൈകിട്ട് ഒരു 7,500 PV വെച്ചു, 5,000 കിട്ടി. എന്ന് വെച്ചാൽ ഒരു ദിവസം വെറും 2 സെയിൽ ഞാൻ പ്ലേസ് ചെയ്തപ്പോൾ 10,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറുന്നു. ഒരു കണ്ടീഷനും ഇല്ല, എപ്പോ വെച്ചാലും കിട്ടും. പെർഫോമൻസ് ബോണസ് 7,000 രൂപ വരെ കിട്ടും. അങ്ങനെ ഒരു ദിവസം 24,000 രൂപ തരുന്ന ഒരു കാര്യമാണ്, ഒരു പ്രൊജക്റ്റാണ് നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത്. കഴിഞ്ഞില്ല. ഈ യാത്രയില് നമുക്ക് ഒരു ദിവസം 24,000 കിട്ടുമല്ലോ, ഇതുപോലെ നമുക്ക് കിട്ടുമല്ലോ. അങ്ങനെ ഈ യാത്രയിൽ നിങ്ങളുടെ ടീമിൽ A ടീമിൽ ഒരു 7,500 ഒരു 30 പേര് വന്നു, B ടീമിൽ ഒരു 30 പേര് വന്നു, വരാല്ലോ. പിന്നെ നമുക്ക് ഡയറക്റ്റ് സ്പോൺസറിന്റെ കാശ് കിട്ടുന്നതുകൊണ്ട് നമ്മൾ ആ സ്പോൺസർ ഒന്നും കൊണ്ട് കളയത്തുമില്ല. ഈ യാത്രയിൽ ഒരു 3 പേര് നമ്മുടെ A ടീമിലും ഒരു 3 പേര് നമ്മുടെ B ടീമിലും നമുക്ക് ഡയറക്റ്റ് സ്പോൺസർ കൊടുക്കാൻ പറ്റിയാൽ 7,500 PVയുടെ ഡയറക്റ്റ് സ്പോൺസർ നമുക്ക് കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തൊരു റാങ്കിലേക്ക് എത്തും. SH എന്ന് പറയുന്ന റാങ്ക്, സെയിൽസ് ഹെഡ് ആയുള്ള പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒരു 12 മണിക്കൂറിൽ 5,000 രൂപ സീലിംഗ് കിട്ടിയ സംഭവം ഒരു 12 മണിക്കൂറിൽ 7,500 രൂപയായിട്ട് മാറും. സീലിംഗ് ലിമിറ്റ് കൂടും, 7,500 ആയി. അങ്ങനെ ഒരു ദിവസം 15,000 രൂപ മാച്ചിങ് ബോണസിൽ സീലിംഗ് വരും. ഇനി പെർഫോമൻസ് ബോണസ് മാറും. പെർഫോമൻസ് ബോണസ് നമുക്ക് 2 വന്നാൽ ഒരു നമ്മുടെ സെയിൽസ് പ്രൊമോട്ടറിൽ നമുക്ക് 2 വന്നാൽ 1,000 ആണെങ്കിൽ ഇവിടെയും 2 വന്നാൽ 1,000. 4 വന്നാൽ 3,000 ആയിരുന്നു. നമ്മൾ സെയിൽസ് ഹെഡ് ആയാൽ 4,000 ആയി. 8 വന്നാൽ അവിടെ നമുക്ക് 5,000 ആയിരുന്നു. സെയിൽസ് ഹെഡ് വന്നാൽ 6,000 ആയി. 10 വന്നാൽ നമുക്ക് 7,000 ആയിരുന്നു. ഇവിടെ 9,000 ആയി. അങ്ങനെ 9,000 പ്ലസ് 7,500 16,500. ഒരു ദിവസം 33,000 രൂപ. കണ്ടീഷൻ ഇല്ല, നിങ്ങൾ എപ്പോ വെച്ചാലും കിട്ടും. നമ്മൾ ഈ കിടന്ന് നമുക്ക് ഒരു 12 മണി അങ്ങനെ ഒന്നുമില്ല. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ
ഡെയിലി ഇൻകം. ഇനി അടുത്ത വരുമാനം ശ്രദ്ധിക്കണം, ഡെയിലി കൊണ്ട് തീർന്നില്ല കേട്ടാ, അവിടെ ആഴ്ചയിലും കിട്ടും, മാസത്തിലും കിട്ടും. വീക്ക്ലി ഇൻകം, ആഴ്ചയിൽ വരുമാനം പറയാൻ പോകുന്നത്. സിമ്പിൾ ആണ്. ഈ ആഴ്ചയിൽ വരുമാനം കിട്ടാൻ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട, നമ്മൾ ഡെയിലി പൈസ ഉണ്ടാക്കിയാൽ മതി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി കമ്പനി, വേറൊന്നുമല്ല, നിങ്ങൾ ഡെയിലി പണിയെടുക്ക്, ഞാൻ അത് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ആഴ്ചയിലും തരാം. ആഴ്ചയിലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, സിമ്പിൾ ആണ്. നമ്മുടെ എ ടീമിൽ ഒരു 30,000 PV സെയിൽ വന്നു, ബി ടീമിൽ ഒരു 30,000 PV സെയിൽ വന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 30,000 PV സെയിൽ എ ടീമിലും 30,000 PV സെയിൽ ബി ടീമിലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ട. 7,500 PV 4 സെയിൽ എന്ന് വെച്ചാൽ 16,000 രൂപയുടെ 4 സെയിൽ എ ടീമിലും 16,000 രൂപയുടെ വെറും 4 സെയിൽ ബി ടീമിലും വന്നാൽ ആഴ്ചയിൽ വന്നാൽ മതി. ഇതിൽ കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ വെക്കുമെന്ന് പിടിച്ചു വെക്കത്തില്ലല്ലോ, സ്പോട്ടിൽ വെച്ച് പോകത്തില്ലേ. ആ 30,000 PV 10% 3,000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ കയറും, എല്ലാ തിങ്കളാഴ്ചയും കയറും. ഓക്കെ, ഇനി 30,000 PV മാറി 70,000 PV ആയാൽ, ആഴ്ചയിൽ മാച്ച് ആയാൽ ആകും എത്ര പേരാ സ്പോട്ടിൽ അടിച്ചടിച്ച് പോവാം. 70,000 PV ആയാൽ അതിന്റെ 12% കയറും കേട്ടാ, ആഴ്ചയിൽ എല്ലാ തിങ്കളാഴ്ചയും കയറും, 8,400. ഇനി 1,75,000 PV ആയാലോ 26,250, അതിന്റെ 15%. ഇനി 3.5 ലക്ഷം PV ആയാലോ അതിന്റെ 18%, 63,000 രൂപ. ഇനി 7 ലക്ഷം PV വന്നാലോ അതിന്റെ 20%, 1,40,000 രൂപ. സുഹൃത്തെ, ഈ 7 ലക്ഷം PV എന്ന് പറഞ്ഞാൽ ഒരു 100-ൽ താഴെ സെയിൽ മാത്രമേ ഉള്ളൂ ഒരാഴ്ചയില്. ഈ ബിസിനസിന്റെ ഡെപ്ത് നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്ക്. കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ പ്രൊഡക്റ്റ് കൊടുത്താൽ സെയിൽ വെക്കും, ആഴ്ചയിൽ ഒരു 100 സെയിലൊക്കെ വന്നാൽ നമുക്ക് ഈ കിട്ടുന്ന മാച്ചിങ് ബോണസ് കൂടാണ്ട്, ഡെയിലി കിട്ടുന്ന വരുമാനം കൂടാണ്ട് 1,40,000 രൂപ. അങ്ങനെ എല്ലാ ആഴ്ചയും കിട്ടിയാന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു മാസത്തിൽ 5,60,000 രൂപ വീക്കിലിയും കിട്ടും. തീർന്നില്ല, റീപർച്ചേസ് ഇൻകം. നമ്മൾ ഒരുപാട് കമ്പനികൾ നമുക്കറിയാലോ, മാർക്കറ്റിൽ ഒരുപാട് കമ്പനികളുണ്ട്. പല കമ്പനികളിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോഴത്തേക്കും അല്ലെങ്കിൽ പല കമ്പനികളും നമ്മൾ പരിചയപ്പെടുമ്പോഴത്തേക്കും അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, റീപർച്ചേസ് വരും എന്ന് വരും, അറിയില്ല. MR മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനിയുടെ പ്രത്യേകത, ഇത് ലോഞ്ച് ചെയ്തപ്പോ തൊട്ട് റീപർച്ചേസ് ലൈവാണ്, റീപർച്ചേസ് പ്രൊഡക്റ്റുകൾ ലൈവാണ്. ആ റീപർച്ചേസ് പ്രൊഡക്റ്റുകൾ സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ. ഒരു ലിപ് ബാം ലേഡീസ് യൂസ് ചെയ്യുന്നതല്ലേ, നമ്മൾ പുറത്തുനിന്ന് കടയിൽ നിന്ന് വാങ്ങാറുണ്ടല്ലോ, 160 MRP ഉള്ളു ഒരു ലിപ് ബാമിന്. ഈ കമ്പനിയിലുണ്ട്, ക്വാളിറ്റി പ്രൊഡക്റ്റ് ഉണ്ട്, ഹെയർ ഓയിൽ ഉണ്ട്, ഷാമ്പു ഉണ്ട്, പേസ്റ്റ് ഉണ്ട്, സോപ്പ് ഉണ്ട്, A to Z സാധനങ്ങൾ റീപർച്ചേസ് ചെയ്യാം. നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ റീപർച്ചേസ് ചെയ്യാം. ഈ റീപർച്ചേസ് ഇൻകം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ചെയ്യേണ്ട കാര്യം, ലൈഫിൽ ഒരേ ഒരു തവണ, റീപർച്ചേസിൽ തന്നെ ഒരുപാട് ഇൻകം ഉണ്ട്, അതിൽ ഒരു ഇൻകം ഞാൻ ആദ്യം പറയാൻ പോകുന്നത്. ഈ റീപർച്ചേസിലെ ലെവൽ ഇൻകം എന്ന് പറയുന്ന ഇൻകം കിട്ടണമെങ്കിൽ നിങ്ങൾ ലൈഫിൽ ഒരേ ഒരു തവണ 5,000 BV ഒരു പർച്ചേസ് നടത്തുക. ആദ്യമായിട്ട് കേൾക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യണം. നമുക്ക് ഈ പ്രൊജക്റ്റിലേക്ക് തുടങ്ങാൻ വേണ്ടിയിട്ട്, ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് PV ആണ്, PV. റീപർച്ചേസിന്റെ കാൽക്കുലേഷൻ വരുന്നത് BV 5,000 BV പ്രൊഡക്റ്റ്. 5,000 BV എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ടെൻഷൻ ആവണ്ട, എറൗണ്ട് ഒരു 12,000-നും 14,000-നും ഇടയിൽ നിൽക്കുന്നു. ആ പ്രൊഡക്റ്റ് എന്താ? ഞാൻ എന്റെ വീട്ടിലേക്ക് ഞാൻ എല്ലാ മാസവും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് സാധനം വാങ്ങുന്ന ഒരു വ്യക്തിയാ. ഞാൻ സോപ്പ് വാങ്ങും, പേസ്റ്റ് വാങ്ങും, ഷാമ്പു വാങ്ങും, ലിപ് ബാം വാങ്ങും, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഞാൻ വാങ്ങുന്ന ഒരു വ്യക്തിയാണ്. ആ വാങ്ങല് ഒരു മാസം നിങ്ങൾ ഇതിൽ നിന്ന് വാങ്ങ്, ലൈഫ് ടൈം റീപർച്ചേസിംഗ് ലെവലിംഗ് ഉൾപ്പെടെ കിട്ടും. ഒരൊറ്റ കണ്ടീഷൻ, ഏതെങ്കിലും കലണ്ടറിലെ ഒരു മാസത്തിനുള്ളിൽ വാങ്ങണം. ഒറ്റടിക്ക് പൈസ ഇല്ല, വാങ്ങണ്ട, കുഴപ്പമില്ല. പക്ഷേ ഇത് മെയ് മാസമാണെങ്കിൽ മെയ് മാസം 1-ാം തീയതി തൊട്ട് 31-ാം തീയതി വരെ അതിനുള്ളിൽ വാങ്ങി തീർത്താൽ മതി. അങ്ങനെ ഒരു മാസത്തിൽ, ഒരു കലണ്ടർ മാസത്തിൽ വാങ്ങിയാൽ മതി. ഒരു 5,000 BV നിങ്ങൾ വാങ്ങിയാൽ നിങ്ങൾക്ക് ലെവൽ ഇൻകം കിട്ടും. ലെവൽ ഇൻകം ഒരു 9 ലെവൽ വരുമാനമുണ്ട്. ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ ശ്രദ്ധിക്കണേ. ഒരു ഡയറി പെൻ ഉണ്ടെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്തു. റീപർച്ചേസ് ഇൻകം ഞാൻ പറയാൻ പോകുന്നത് ഇതും വീക്കിലിയാ, ലെവൽ ഇൻകം വീക്കിലിയാ. അത് ഞാൻ വീക്കിലി പറയാൻ പോകുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങൾ വീട്ടിലേക്ക് ഒരു 8,000 രൂപയുടെ സാധനം വാങ്ങുന്ന ഒരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ ഈ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ആണ് എന്നെ സ്പോൺസർ ചെയ്തത്. ഹരിനെ സ്പോൺസർ ചെയ്ത് നീ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും ഞാൻ ഒരു 8,000 രൂപയുടെ സാധനം ഞാൻ ഇതിൽ നിന്ന് വാങ്ങുക.
എന്റെ വീട്ടിലേക്ക് വേണ്ട സോപ്പും പേസ്റ്റും അങ്ങനെയുള്ള എല്ലാ സാധനവും ഞാൻ വാങ്ങുക. 8,000 രൂപയുടെ സാധനം വാങ്ങിയാൽ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ ഒരു 20% ഡിസ്കൗണ്ടിലാണ് കിട്ടുന്നത്. 10,000 രൂപയ്ക്ക് അതിന്റെ MRP. നിങ്ങൾ ശ്രദ്ധിക്കണം, MRP 10,000 ആയിരിക്കും. ഞാൻ വാങ്ങുന്നത് 8,000 രൂപക്കാ. MRP CP കസ്റ്റമർ പ്രൈസ് 8,000 രൂപ. ഇതിലൊരു DP ഉണ്ട്, കമ്പനി ഒരു DP ഉണ്ട്. ഒരു 8,000 രൂപയുടെ ഒരു കണക്ക് കാൽക്കുലേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാ. ഒരു 8,000 രൂപയുടെ കസ്റ്റമർ പ്രൈസിൽ കിട്ടുന്ന സാധനം MRP 10,000 ഉണ്ടാവും. അതിന്റെ DP എന്ന് പറയുന്നത് 5,000 രൂപയായിരിക്കും. ഓക്കെ, ഈ CP ബില്ലിംഗ് പ്രൈസും DP തമ്മിലുള്ള വ്യത്യാസം 8,000 മൈനസ് 5,000 3,000. ക്ലിയർ അല്ലേ? CP മൈനസ് DP ആണ് 3,000. ഈ 3,000-നെ നമ്മൾ ഇതിൽ വിളിക്കുന്നത് SV. SV മീൻസ് സെയിൽസ് വോളിയം. ക്ലിയർ? ഞാനൊരു 8,000 രൂപയുടെ സാധനം ഞാൻ ഇതിൽ നിന്ന് വാങ്ങുവാണ്. ഇതിൽ നിന്ന് വാങ്ങിയപ്പോഴത്തേക്കും എനിക്ക് 10,000 രൂപ വെറുത്തുള്ള 10,000 രൂപ MRP-യുടെ സാധനം കിട്ടി. 10,000 രൂപ MRP-യുടെ സാധനം കിട്ടിയത് മാത്രമല്ല, അത് MRP എന്ന് പറയും. കസ്റ്റമർ പ്രൈസിന് 8,000-ന് കിട്ടി. അതിന്റെ DP എന്ന് പറഞ്ഞാൽ ഒരു 5,000 ആയിരിക്കും. ആ CP മൈനസ് DP 3,000 ആണ് SV. ഈ 3,000-ന്റെ 60% എന്നെ സ്പോൺസർ ചെയ്ത ആൾക്ക് കിട്ടും. എന്ന് വെച്ചാൽ ആ 3,000-ന്റെ 1,800 രൂപ എന്നെ സ്പോൺസർ ചെയ്ത ആൾക്ക് കിട്ടും. നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ആരെങ്കിലും ആണ് എന്നെ സ്പോൺസർ ചെയ്തെങ്കിൽ ഞാനൊരു 8,000 രൂപയുടെ സാധനം വാങ്ങിയാൽ 1,800 രൂപ നിങ്ങൾക്കുള്ള. ക്ലിയർ ആയില്ലേ? നമ്മുടെ ഡയറക്റ്റ് സ്പോൺസർ ചെയ്യുന്ന വ്യക്തി 8,000 രൂപയുടെ സാധനം വാങ്ങിയാൽ 1,800 രൂപ നിങ്ങൾക്കുള്ള. ആ പുള്ളി 80,000 രൂപയുടെ സാധനം വാങ്ങിയാൽ 18,000 രൂപ നിങ്ങൾക്കുള്ള. ഇനി അവിടെ നിന്ന് താഴത്തേക്ക് നോക്കിയാൽ 8 ലെവല്, ടോട്ടൽ 9 ലെവലാ. ആ 8 ലെവലിലെ 5% ഈ ഒരു കാൽക്കുലേഷൻ വെച്ചാണെങ്കിൽ 150 രൂപ വെച്ച് നമുക്കുള്ള. നമ്മൾ വിചാരിക്കും 8 ലെവൽ എന്ന് പറയുമ്പോൾ 8 പേരാണോ? 8 പേരല്ല. ഞാൻ ഡയറക്റ്റ് ഒരു 10 പേര്, ഞാൻ എന്റെ സൈറ്റ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഡയറക്റ്റ് 12 പേരെ സ്പോൺസർ ചെയ്തിട്ടുണ്ട്. എന്റെ ഫസ്റ്റ് ലെവൽ എന്ന് പറഞ്ഞാൽ 12 ആണ്. ആ 12 പേര് ഒരു 10 പേര് വെച്ച് സ്പോൺസർ ചെയ്താൽ എന്റെ സെക്കൻഡ് ലെവൽ എത്രയായി? 120 ആയി. ആ 120 പേര് 10 പേര് വെച്ച് സ്പോൺസർ ചെയ്താൽ എന്റെ തേർഡ് ലെവൽ എത്രയെന്ന് നിങ്ങൾക്ക് അറിയോ? 1,200 ആയി. വേറെ റേഞ്ചാണ്. നമ്മുടെ ഒരു 4th 5th ഒരു 6th 7th 8th ലെവലൊക്കെ വരുമ്പോൾ ഒരു 19,000 1 ലക്ഷം പേരൊക്കെ വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അവർക്ക് വേണ്ട പേസ്റ്റ് സോപ്പ് ഒക്കെ വാങ്ങിയാൽ അവർ പല്ല് തേച്ചാലും കുളിച്ചാലും നമ്മുടെ അക്കൗണ്ടിൽ പൈസ വരും. നമ്മൾ വിചാരിക്കേണ്ട കാര്യം, ദൈവം എന്റെ ടീമിലുള്ള എല്ലാവരും ആ സോപ്പ് ഉപയോഗിച്ച് കുളിക്കണേ, പല്ല് തേക്കണേ. കാര്യം ക്വാളിറ്റി പ്രൊഡക്റ്റാ. അവർ റിപ്പീറ്റ് വാങ്ങും. നമ്മളൊരു കസ്റ്റമർ ക്രിയേറ്റ് ചെയ്താൽ, ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്താൽ, ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്താൽ ആ ടീമിലൂടെ റീപർച്ചേസ് ഇൻകം എല്ലാ മാസവും കിട്ടും. അതില് ഫസ്റ്റ് ഇൻകം, ഞാൻ ഈ പറഞ്ഞ ലെവൽ ഇൻകം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഫസ്റ്റ് ലെവൽ ഇൻകം ഈ 60% അത് കിട്ടുന്നത്, ഇത് കിട്ടുന്നത് വീക്കിലി ആണ്. വീക്കിലി നമുക്ക് എന്തൊക്കെ കിട്ടും? നമുക്ക് ആ വീക്കിലി പെർഫോമൻസ് ഇൻകം കിട്ടും. ഈ ഫസ്റ്റ് ലെവൽ ഇൻകം കിട്ടും. നിങ്ങൾക്ക് എനിക്കറിയാം, നമ്മൾ സൂമിലൂടെയാണ്. നിങ്ങൾക്ക് നോട്ട് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് ക്ലിക്ക് ആവും, അല്ലാത്തവർക്ക് ഡൗട്ട് ഉണ്ടാവും. നിങ്ങൾ ലീഡേഴ്സുമായിട്ട് നിങ്ങൾ ചോദിച്ചാൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരും. അതിന്റെ കാൽക്കുലേഷൻ ഞാൻ ഈ പറഞ്ഞത്. ആ SV-യുടെ ആ 3,000-ന്റെ 60% നമ്മൾ ഡയറക്റ്റ് സ്പോൺസർ ചെയ്ത വ്യക്തിയിലേക്ക് പോകുന്നത്. ബാക്കി 8 ലെവലിലുള്ള ആൾക്കാരിൽ നിന്ന് 5% വെച്ച് വരും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി മന്ത്ലി ഇൻകം, മാസ വരുമാനം. ഒന്ന് ആലോചിക്കുക. ഒരു പ്രൊജക്ട്, ഒരു MR മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു പ്രൊജക്ട് നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോഴത്തേക്കും നിസ്സാര സംഭവം എന്ന് ഡെയിലി വരുമാനം, ആഴ്ചയിൽ വരുമാനം, മാസത്തിൽ വരുമാനം. ഇത് പോരെ? ഞാൻ ഇത് കേട്ടപ്പോ ഞാൻ ആദ്യം ഡെയിലി ഓക്കെ, ആഴ്ചയിലും ഓക്കെ. കാര്യം കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് ആൾക്കാർ സെയിൽ ചെയ്യും. അൺലിമിറ്റഡ് ആയിരിക്കും. മന്ത്ലി വരുമാനം, റീപർച്ചേസ് വരുമാനം, ലെവലിംഗ് അതിൽ കാൽക്കുലേഷൻ വന്നു. റീപർച്ചേസ് വരുമാനം വളരെ സിമ്പിൾ ആണ്. റീപർച്ചേസിന് ഒരു ബൈനറിയിലുണ്ട്, അതാണ് BV. നമ്മുടെ A ടീമിൽ ഒരു 2 ലക്ഷം BV, B ടീമിൽ ഒരു 2 ലക്ഷം BV വന്നാൽ 15,000 രൂപ നിങ്ങൾക്ക് ക്യാഷ് ആയിട്ട് കയ്യിൽ തരും. മാസം, എല്ലാ മാസവും 10-ാം തീയതി 15,000 രൂപ ക്യാഷ് ആയിട്ട് തരും. അതിന്റെ ഒപ്പം ഒരു ഹെൽത്ത് ഇൻഷുറൻസും കൂടി തരും. ഈ 2 ലക്ഷം BV എന്ന് പറയുന്നത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണോട്ടെ. നിസ്സാരാണ്, സിമ്പിൾ ആണ്.
നമ്മളൊരു ട്രീ ബിൽഡ് ചെയ്യണം, ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്യണം. നമ്മൾ എ ടീമിൽ കുറച്ച് വ്യക്തികൾ കൊണ്ടുവരണം, ബി ടീമിൽ കുറച്ച് വ്യക്തികൾ കൊണ്ടുവരണം. അവർക്ക് സർവീസ് കൊടുത്ത് ടീം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെറ്റ്വർക്ക് വരെ ബിൽഡ് ആയി കഴിഞ്ഞാൽ ആ നെറ്റ്വർക്കിലുള്ള വ്യക്തികൾ അവരുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങിയാൽ, എല്ലാ മാസവും വാങ്ങിയാൽ 101% ഞാൻ പറയാം, ഈ 15,000 രൂപ ഗ്യാരണ്ടിയാണ് മന്ത്ലി കിട്ടുന്നതാണ്. സിമ്പിളാണ്, അത് കിട്ടും, ഇതിന് വലിയ പണിയൊന്നുമില്ലെന്ന്. ഇനി ഇതിനൊരു ബൈനറി പോകുന്നുണ്ട്, ഇതിനൊരു ബൈനറി ഇൻകം ഉണ്ട്. ഇത് നിസ്സാരല്ല. 1000 BV മാച്ച് ആയാൽ, നിങ്ങൾ നോട്ട് ചെയ്യണം, BV റീപർച്ചേസിൽ BV മാച്ച് ആയാൽ 200 രൂപ എന്ന് വെച്ചാൽ കുറച്ച് സോപ്പാ പേസ്റ്റ് എന്തെങ്കിലും നമ്മുടെ 200 രൂപ. ഇനി 10,000 BV ആണ് മാച്ച് ആകുന്നതെങ്കിൽ ആ മാസം 2,000 രൂപ. ഇനി 50,000 BV ആണ് മാച്ച് ആകുന്നതെങ്കിൽ 10,000 രൂപ നിങ്ങൾക്ക് തരും, 10-ാം തീയതിക്കുള്ളിൽ തരും. മാസ വരുമാനം സുഹൃത്തെ, ഡെയിലി കിട്ടും, ആഴ്ചയിലും കിട്ടും, മാസത്തിലും കിട്ടും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? മാസ വരുമാനം കഴിഞ്ഞില്ല. ഇത് വാങ്ങുന്ന ആൾക്കും ബെനിഫിറ്റ് ഉണ്ടെന്ന്. ഇത് കൊണ്ട് കൊടുക്കുന്നവര് മാത്രമല്ല, ഇപ്പൊ ഞാനാണ്, നിങ്ങൾ ഒരാളാണ് എനിക്ക് തരുന്നതെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റ് വാങ്ങുന്നു സന്തോഷത്തോടെ, എനിക്ക് വേണ്ട സാധനങ്ങൾ. കാര്യം ഇത് ഹെൽത്ത് കെയർ പ്രൊഡക്റ്റ് ഒരുപാടുണ്ട്. ഇപ്പൊ ഒരു കിഡ്നി സ്റ്റോൺ ഉള്ള വ്യക്തിയാണോ, അദ്ദേഹത്തിന് പ്രൊഡക്റ്റ് ഉണ്ട്. ലിവറിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടോ, അതിനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. പൈൽസ് ഉണ്ടോ, അതിനുള്ള പ്രൊഡക്റ്റ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ബ്ലഡ് സർക്കുലേഷൻ പ്രോപ്പർ ആക്കും, ഓക്സിജൻ ലെവൽ കൺട്രോൾ ചെയ്യും, അതിലൂടെ റിസൾട്ട് വരും. നമുക്കറിയാം റിസൾട്ട് വരും. പക്ഷേ അതിന്റെ കൂടെ ഇപ്പൊ എനിക്ക് കിഡ്നി സ്റ്റോൺ ഉള്ള വ്യക്തിയാണെന്ന് വിചാരിക്കുക, ഞാൻ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ കൂടെ എനിക്ക് കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുഡ് സപ്ലിമെന്റ്, മരുന്നല്ല, ഗുളികയല്ല, മരുന്നല്ല, സമീകൃത ആഹാരം, ആ ഫുഡ് സപ്ലിമെന്റും കൂടി തരികയാണെങ്കിൽ എന്റെ ഉള്ളിലേക്ക് വേണ്ട കാര്യങ്ങൾ, ന്യൂട്രീഷൻസും എല്ലാം ചെല്ലും. ആ ഉള്ളിലേക്ക് കറക്റ്റ് ആ ഒരു സംഭവം കൂടി ചെന്ന് അത് ബ്ലഡ് സർക്കുലേഷനിലൂടെ കറക്റ്റ് ആയിട്ട് സെല്ലുകളിലേക്ക് എത്തിയാൽ എന്റെ റിസൾട്ട് എനിക്ക് 6 മാസം കൊണ്ട് കിട്ടേണ്ട റിസൾട്ട് ആണെങ്കിൽ ചിലപ്പോൾ ഒരു 15 ദിവസം കൊണ്ട് കിട്ടും, ഇല്ലേ? നമ്മൾ എന്ത് ചെയ്യും? ആ പ്രൊഡക്റ്റ് നമ്മൾ റീപർച്ചേസ് ചെയ്യും. അങ്ങനെ റീപർച്ചേസ് ചെയ്യുന്ന ആൾക്കും ബെനിഫിറ്റ്, യൂസർ ബെനിഫിറ്റ് ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾ ആരെങ്കിലും എനിക്ക് പ്രൊഡക്റ്റ് തന്ന്, നിങ്ങൾ പ്രൊഡക്റ്റ് തന്ന ലെവലിംഗ് നിങ്ങൾക്ക് കിട്ടിയില്ലേ? എനിക്ക് 8,000 രൂപയുടെ സാധനം തന്നാൽ നിങ്ങൾക്ക് എത്ര കിട്ടി? 1,800 കിട്ടില്ലേ? ക്ലിയർ അല്ലേ? ഞാൻ 8,000 രൂപ കാശ് കൊടുത്ത് ഞാൻ എന്റെ വീട്ടിലേക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ വാങ്ങിയപ്പോൾ എനിക്ക് തന്ന വ്യക്തിക്ക് 1,800 കിട്ടിയത് ക്ലിയർ. ഇനി എനിക്കെന്ത് ബെനിഫിറ്റ് പറഞ്ഞുതരാം. ഒന്നാമത്തത്, MRPയുടെ 20% ഡിസ്കൗണ്ട് എനിക്ക് സാധനം കിട്ടും. എന്ന് വെച്ചാൽ 10,000 രൂപയുടെ സാധനം എനിക്ക് 8,000 രൂപ കിട്ടും. ക്ലിയർ? ഈ 8,000 രൂപക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു BV ഉണ്ടാവും. ഒരു BV ഇപ്പൊ ഒരു 5,000 BV ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ 3,500 BV ആണെന്ന് വിചാരിക്കുക, എന്തും ആയിക്കോട്ടെ. 1,000 BV ആണെന്ന് വിചാരിക്കുക, എന്തും ആയിക്കോട്ടെ. ആ BVയുടെ 10% ക്യാഷ് ബാക്ക് എനിക്ക് കിട്ടും. ക്ലിയർ? പക്ഷെ ഒരൊറ്റ കണ്ടീഷൻ, ഞാനൊന്ന് രജിസ്റ്റർ ഇട്ടേക്കണം. അപ്പൊ എനിക്ക് ഈ ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റിനോട് വലിയ താല്പര്യമില്ലാത്ത വ്യക്തിയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. നിങ്ങൾ എന്നോട് കൊണ്ടുവന്ന് പറയണേ, ഇതുപോലെ നിനക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളുണ്ട്, ഹെയർ ഓയിൽ ഉണ്ട്, ഹാൻഡ് വാഷ് ഉണ്ട്, ഫേസ് വാഷ് ഉണ്ട്, നിനക്ക് ബയോമാഗ്നറ്റിക് പ്രൊഡക്റ്റ് താല്പര്യമില്ലെങ്കിൽ നീ ഇതെടുക്ക്. അപ്പൊ ഞാൻ പറയും, എന്തായാലും എന്റെ കൂട്ടുകാരല്ല, അവൻ കൊണ്ടുവന്നല്ലേ, എന്തായാലും ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങണം. ഞാൻ അവന്റെ കയ്യിൽ നിന്ന് സാധനം ഞാൻ ഇങ്ങോട്ട് വാങ്ങുക. ഞാൻ വാങ്ങിക്കഴിഞ്ഞാൽ അവൻ അടുത്ത് പറയുന്ന കാര്യം, ഹരി എടാ ഒരു കാര്യം ചെയ്യും, നീ ഒന്ന് രജിസ്റ്റർ ചെയ്തേക്ക്. ഒന്നും വേണ്ട, നിന്റെ ആധാർ കാർഡ് പാൻ കാർഡൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്തേക്ക്. രജിസ്റ്റർ ചെയ്താൽ നിനക്കൊരു ക്യാഷ് ബാക്ക് ഉണ്ട് കേട്ടാ. നമ്മളെ മലയാളികളാണ്, എന്തെങ്കിലും ക്യാഷ് ബാക്ക് നമ്മൾ വിട്ടുകളയത്തില്ല. 100 രൂപ കിട്ടിയാലും നമ്മൾ ഹാപ്പിയാ, അല്ലേ? ക്യാഷ് ബാക്കിന് വേണ്ടി ഞാൻ രജിസ്റ്റർ ചെയ്തിടും. 2 കാര്യങ്ങളാ. ഒന്ന്, എനിക്ക് ഡിസ്കൗണ്ട് റേറ്റിൽ 20% ഡിസ്കൗണ്ട് റേറ്റിൽ സാധനം കിട്ടി. 2, എനിക്ക് അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള BVയുടെ ക്യാഷ് ബാക്ക് കിട്ടി. മൂന്നാമത്തെ കാര്യം, നമ്മൾ ലൈഫിൽ എപ്പോഴൊക്കെ നമ്മുടെ ഐഡിയിൽ നമ്മൾ റീപർച്ചേസ് ചെയ്യാലും നമുക്ക് ക്യാഷ് ബാക്ക് കിട്ടും. ഞാൻ മുടക്കത്തില്ല. കാര്യം എനിക്ക് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കറക്റ്റ് MRPയിൽ സാധനം വാങ്ങണം. ആ കടക്ക് പകരം ഞാൻ ഇവിടെ നിന്ന് ഞാൻ ചൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് MRPയിൽ സാധനം വാങ്ങണ്ട, എനിക്ക് 20% ഡിസ്കൗണ്ടിലും കിട്ടി, എനിക്കൊരു ക്യാഷ് ബാക്കും കിട്ടി. തീർന്നില്ല. 2,500 രൂപക്ക് മിനിമം നിങ്ങൾ ഒരു മാസം പർച്ചേസ് ചെയ്തു, നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. അടുത്ത മാസവും നിങ്ങൾ 2,500 രൂപ പർച്ചേസ് ചെയ്തു, പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടു. 3-ാമത്തെ മാസവും നിങ്ങൾ 2,500 രൂപ പർച്ചേസ് ചെയ്തു. 3 മാസം കണ്ടിന്യൂസ് നിങ്ങൾ 2,500 രൂപക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ 4-ാമത്തെ മാസം 2,500 രൂപയുടെ പ്രൊഡക്റ്റ് തികച്ചും ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് കമ്പനി തരും. ഇതൊക്കെ കേട്ടാൽ ഞാൻ വാങ്ങാതിരിക്കോ? നിങ്ങൾ പറയ്. കാര്യം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് 3 മാസം വാങ്ങിയ 4-ാമത്തെ ദിവസം സൂപ്പർ മാർക്കറ്റുകാരൻ എനിക്ക് എന്തായാലും ഫ്രീ ആയിട്ട് തരൂല. ഇവിടെ എന്തൊക്കെയുണ്ട്? ഇവിടെ എനിക്ക് 20% ഡിസ്കൗണ്ടിലും കിട്ടും, ആ BVയുടെ 10% കിട്ടും,
ഒരു 2500 രൂപയുടെ പ്രൊഡക്റ്റ് ഗിഫ്റ്റ് ആയിട്ടും കിട്ടും. സുഹൃത്തെ, 100% ഞാൻ വാങ്ങും. കാര്യം നമ്മൾ ഇതിന്റെ ഒരു പാർട്ടാണെങ്കിൽ ഒരു 50%-ഓളം ആ ഒരു ഡിസ്കൗണ്ടിലേക്ക് നമുക്ക് കിട്ടും. ആ ഒരു 10% ക്യാഷ് ബാക്ക് നമുക്ക് കിട്ടും. കഴിഞ്ഞില്ല, എന്തോരം ബെനിഫിറ്റാ. ഒന്നും രണ്ടും അല്ല കേട്ടോ, ഇത് അടിപൊളിയാ. ഞാൻ എക്സൈറ്റഡാ, ഞാൻ തമാശ പറഞ്ഞല്ല. ഒരുപാട് ഞാൻ ഇങ്ങോട്ട് ഇപ്പൊ ട്രെയിനിൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നു, ഞങ്ങൾ ഇങ്ങോട്ട് പോകുമ്പോഴത്തേക്കും ഞാൻ വെറുതെ ഇരുന്ന് ഞാൻ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. ഈ ഒരു പ്രൊജക്ട് കിട്ടിയപ്പോഴത്തേക്കും അതിന്റെ പ്ലാൻ എനിക്ക് ആദ്യ ദിവസം തന്നെ എനിക്ക് റാഫി സാറും സേവർ സാറൊക്കെ പറഞ്ഞാൽ തന്നെ MD എന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പ്ലാൻ കത്തിയപ്പോ എനിക്ക് മനസ്സിലായത് ഇതിവിടെ കത്തും, ഇതിവിടെ തകർക്കും. അങ്ങനെ ഒരു ഓട്ടം തുടങ്ങിയതാ. അപ്പൊ ഞാൻ വെറുതെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. കഴിഞ്ഞ 10 ദിവസത്തെ ഞാൻ എന്റെ ഗൂഗിൾ ടൈം ലൈൻ എടുത്തു. ടൈം ലൈനിൽ നമുക്ക് കിലോമീറ്റർ കാണിക്കുമല്ലോ നമ്മൾ യാത്ര ചെയ്ത. ഞാൻ ആ ഗൂഗിൾ ടൈം ലൈൻ ചെയ്ത് ഞാൻ ജസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പോഴത്തേക്കും കഴിഞ്ഞ ഒരു 8-9 ദിവസം കൊണ്ട് ട്രാവൽ ചെയ്തിരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം 2368 കിലോമീറ്ററാ. ഈ 2368 കിലോമീറ്റർ നടന്ന് നമ്മൾ ഈ പ്ലാൻ പറഞ്ഞ് എക്സൈറ്റ്മെന്റ് കൂടി, ത്രില്ല് കൂടി, ബിസിനസ് ആണ് ഇതൊക്കെ. സാധാരണക്കാർക്ക് ടൈം ലിമിറ്റ് ഇല്ലാണ്ട് പൈസ കിട്ടി അവര് ഹാപ്പിയാണ്, നമ്മൾ ഹാപ്പിയാ. അങ്ങനെ നിങ്ങൾ ജനങ്ങളുടെ കൂടെ നിൽക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ഓരോ റാങ്ക് കവർ ചെയ്യും. ഫസ്റ്റ് റാങ്ക് ഉണ്ട്, ഞാൻ പറഞ്ഞില്ലേ, സെയിൽസ് പ്രൊമോട്ടർ. അത് കഴിയുമ്പോൾ സെയിൽസ് ഹെഡായി. ഇനി ഒരു സെയിൽസ് ഹെഡ് റൈറ്റും ഒരു സെയിൽസ് ഹെഡ് ലെഫ്റ്റും വന്നാൽ നിങ്ങൾ സീനിയർ സെയിൽസ് ഹെഡായി. അങ്ങനെ ഈ യാത്രയിൽ നിങ്ങൾ ഒരു 5 പേരെ നിങ്ങൾ A ടീമിൽ സ്പോൺസർ കൊടുത്തു, 5 പേരെ B ടീമിൽ സ്പോൺസർ കൊടുത്തു. ഈ 5 വ്യക്തികളെയും ഈ 5 പേരെ നിങ്ങൾ സെയിൽസ് ഹെഡ് ആക്കി മാറ്റി കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തൊരു റാങ്കിലേക്ക് എത്തും. മാനേജർ റാങ്കിലേക്ക് എത്തും. സിമ്പിൾ ആണ്. ഒരു 5 സെയിൽസ് ഹെഡ് നിങ്ങളുടെ A ടീമിലും ഒരു 5 സെയിൽസ് ഹെഡ് B ടീമിലും നിങ്ങൾ സ്പോൺസർ ചെയ്യണം. അവരെ നിങ്ങൾ സെയിൽസ് ഹെഡ് ആക്കി മാറ്റണം. നിങ്ങൾ മാനേജർ ആയി കഴിഞ്ഞാൽ ഈ കമ്പനി നമ്മളെ പ്രൊട്ടക്ട് ചെയ്യും. നിങ്ങൾ മാനേജർ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ പുറത്തേക്ക് പോവാൻ കമ്പനി വക 10 ലക്ഷത്തിന് മുകളിലുള്ള ഒരു കാർ ഉണ്ടാവും. കമ്പനി ആയിരിക്കും അത് ഓൺ ചെയ്യുന്നത്. പെട്രോൾ നമ്മൾ അടിക്കണം. ക്ലിയർ ആയില്ലേ? മാനേജർ ആയാൽ മതി. ഒരു 5 സെയിൽസ് ഹെഡ് ലെഫ്റ്റും 5 സെയിൽസ് ഹെഡ് റൈറ്റും വന്നാൽ മാനേജർ റാങ്കിലേക്ക് എത്തും. മാനേജർ റാങ്കുകാർക്ക് 10 lakh above വെഹിക്കിൾ കാറ് കമ്പനി നമുക്ക് തരും. നമുക്ക് യാത്ര ചെയ്യാം, എവിടെ വേണമെങ്കിലും പോവാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഹാപ്പി ആയില്ലേ? ഇനി കഴിഞ്ഞില്ല, റാങ്കുകൾ ഒരുപാടുണ്ട്, ഞാൻ എല്ലാം കൂടി പറയുന്നില്ല. അതിന്റെ എക്സ്ട്രീം റാങ്ക് എന്ന് പറഞ്ഞാൽ ഡയറക്ടർ റാങ്കിലേക്ക് നമ്മൾ വരും. ഡയറക്ടർ റാങ്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മാനേജർ ആക്കിയ ഒരു വ്യക്തി നമ്മുടെ A ടീമിലും ഒരു മാനേജർ നമ്മുടെ B ടീമിലും ഉണ്ടെങ്കിൽ ഡയറക്ടർ റാങ്കിലേക്ക് എത്തും. ഡയറക്ടർ റാങ്കിൽ കിട്ടുന്ന പ്രത്യേകത കമ്പനിയുടെ പ്രോഫിറ്റ് ഷെയറിന്റെ 10% ആ ഒരു പാർട്ട് നമ്മുടെ അക്കൗണ്ടിലേക്ക് വരും. എന്ന് വെച്ചാൽ കോടികൾ ടേൺ ഓവർ വരാൻ പോകുന്ന ഒരു കമ്പനിയുടെ പ്രോഫിറ്റിന്റെ 10% ഒരു പാർട്ട് നമ്മുടെ കയ്യിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നിസാര എമൗണ്ട് അല്ല നമ്മുടെ അക്കൗണ്ടിൽ വന്ന് കയറാൻ പോകുന്നത്. ഇനി മാനേജർക്ക് കാർ മാത്രമല്ല കേട്ടോ, അവർക്കൊരു ഫാമിലി ട്രിപ്പ്, അത് എല്ലാ വർഷവും കമ്പനി ഗിഫ്റ്റാ, ഫാമിലി ട്രിപ്പ്. ഇനി ഡയറക്ടർ ആയി കഴിഞ്ഞാൽ 2 ഫാമിലി ട്രിപ്പ്. എങ്ങോട്ടാ? മൂന്നാർ, ഊട്ടി, കൊടൈക്കനാലല്ല, പുറം രാജ്യങ്ങളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്ക്, യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക്, നമ്മൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് രാജ്യങ്ങളിലേക്ക്. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം പണിക്ക് പോകാൻ വേണ്ടിയിട്ടല്ലാണ്ട് ടൂറ് പോകണം. എന്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ ഭാര്യയെ മക്കളെയൊക്കെ വിട്ടിട്ട് അവര് ഗൾഫിലേക്കൊക്കെ ജോലിക്ക് പോകുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ആലോചിക്കും, അയ്യോ ഇവരോട് ഒറ്റക്കുള്ള വെച്ചാൽ അവർ ജോലിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. നമുക്ക് ഒരുപാട് ഓഫർ വന്നു. എനിക്കതല്ല, എന്റെ ഒരു ത്രില്ല് എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കണം, നമുക്ക് പുറത്തേക്ക് പോകണം. കമ്പനി ചെലവിൽ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയല്ലേ? കഴിഞ്ഞില്ലേട്ടാ, ഇത് പറയാനാണെങ്കിൽ കുറെ ഉണ്ട്. കാര്യം ഈ പ്ലാൻ അത്രയും ബെസ്റ്റ് ആണ്, അത്രയും എക്സൈറ്റഡ് ആണെന്ന്. ഇനി റീപർച്ചേസ് ചെയ്ത് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ 50,000 BV ലെഫ്റ്റിലും 50,000 BV റൈറ്റിലും ഇത് അക്യുമുലേറ്റ് ചെയ്യും. അങ്ങനെ വന്നാൽ ഒരു 1 day റിസോർട്ട് ട്രിപ്പ്, അതുപോലെ തന്നെ 1 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 2 night 3 night 2 day പ്രോഗ്രാം, അങ്ങനെ 2 ലക്ഷം 3 ലക്ഷം വന്നിട്ടുണ്ടെങ്കിൽ ഒരു 25,000 രൂപ. അങ്ങനെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തോ, ഇത് പറഞ്ഞാൽ താങ്ങൂല. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് നോക്കിയോ. റീപർച്ചേസ്, നമ്മളൊരു ടീമിനെ ബിൽഡ് ചെയ്താൽ ആ ടീമില് അവർക്ക് വേണ്ട സാധനങ്ങൾ അവർ പർച്ചേസ് ചെയ്താൽ സുഹൃത്തെ, റീപർച്ചേസ് എല്ലാ മാസവും നടക്കും, ഡെയിലി ഇങ്ങനെ നടക്കും. പുതിയൊരു ജോയിനിങ് പോലും മാസത്തുള്ള വരുമാനം നമുക്ക് മുടങ്ങൂല. ഇതാണ് ഡയറക്റ്റ് സെല്ലിംഗ്, ഇതാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഈ പ്ലാനാണ് ഡയറക്റ്റ് സെല്ലിംഗ്. സുഹൃത്തെ, താങ്ക് യു.
ഇതാണ് സംഭവം. നിങ്ങളത് പഠിക്കണം, നിങ്ങളത് മനസ്സിലാക്കണം. നമ്മളത് തുടങ്ങിയിട്ടേ ഉള്ളു. ജസ്റ്റ് ഈ ID ചാർജ് ആയിട്ട് 2 ദിവസം കഴിഞ്ഞുള്ളു. ഈ പ്രൊജക്റ്റിലേക്ക് വന്നിട്ട് 10 ദിവസം ആയിട്ടില്ല. അറിയോ? 10 ദിവസം ആയിട്ടില്ല. ഈ പ്രൊജക്റ്റില് ഓൾ ഓവർ ഇന്ത്യയിൽ വന്നിരിക്കുന്നത് 5000-ൽ താഴെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. ചില ആൾക്കാരോട് നമ്മൾ പറയുമ്പോൾ അവർ പറയും 5000 പേരല്ലേ ഉള്ളൂ, വേണമെങ്കിൽ നമുക്ക് നെഗറ്റീവ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ട് എടുക്കാം. സുഹൃത്തെ, ബുദ്ധിയുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾ അത് പോസിറ്റീവ് ആയിട്ട് എടുക്കും. കാരണം ഒരുപാട് ആൾക്കാർ വന്ന് കുമിഞ്ഞുകൂടിയ സ്ഥലത്തേക്ക് പോയിട്ട് എന്തിനാ? കേരളത്തില് അറിഞ്ഞിട്ടുള്ള 500 പേരിൽ താഴെയാണ് നിങ്ങൾ. 500 പേരിൽ താഴെ നിങ്ങൾ ഇത് അറിഞ്ഞിട്ടുള്ള, എനിക്ക് തോന്നുന്നു 500 പേരിൽ താഴെ മാത്രമാണ് നിങ്ങൾ. നിങ്ങളൊന്ന് ഇറങ്ങിയാൽ കമ്പനി വളരും. ചില ആൾക്കാർ പറയും കമ്പനിയുടെ സ്ക്വയർ ഫീറ്റ് കുറവാണല്ലോ. ഇതിന്റെ MD നമ്മളോട് സംസാരിച്ചല്ലോ, സ്റ്റാർട്ടപ്പ് ആണ്, ഞാൻ തുടങ്ങിയിട്ടുള്ളൂ, ഞാൻ അച്ചീവ് ചെയ്യും, ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യും, ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ സെറ്റ് ചെയ്തു, എനിക്ക് 10 രൂപ കിട്ടിയാൽ നിങ്ങൾക്ക് ഞാൻ 10 രൂപ തരും. അതല്ലേ 5 കോടി ടേൺ ഓവർ വന്നപ്പോ 2.5 കോടി പേ ഔട്ട് കൊടുത്ത കമ്പനിയാ. നമുക്കൊന്നിച്ച് വളരാം. എനിക്ക് അദ്ദേഹത്തിന്റെ ആ ഒരു കോൺഫിഡൻസ് എനിക്ക് ഫീൽ ചെയ്തുകൊണ്ട് നമ്മൾ ഇറങ്ങിയത്. പല ആൾക്കാരും പല കാര്യങ്ങളും പറയും, പക്ഷേ നിങ്ങളുടെ കുടുംബത്തിന് നിങ്ങൾ മാത്രമേ സുഹൃത്തെ. മനസ്സിലാക്ക്, ബുദ്ധിപരമായിട്ട് ചിന്തിക്ക്. ഇത്രയും നല്ല ഇൻകം പ്ലാൻ ഉള്ള, ഇത്രയും നല്ല പ്രൊഡക്റ്റ് ഉള്ള ഒരു പ്രൊജക്ട് നമ്മുടെ മുന്നിലേക്ക് വന്നിട്ട് അത് പഠിച്ച് മനസ്സിലാക്കി ചെയ്യണ്ടേ? ഞാൻ ചെയ്തു തുടങ്ങി. സൗത്ത് ഇന്ത്യൻ ടീമിൽ ഒരുപാട് ലീഡേഴ്സ് ചെയ്തു തുടങ്ങി. എല്ലാവരും ഹാപ്പിയാണ്. ഫസ്റ്റ് പേ ഔട്ട് നാളെ വരിക. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. എത്ര മണിയായി? 9 മണി അല്ലേ? 1 hour എടുത്തുള്ളല്ലേ? 1 hour കൊണ്ട് എത്ര സിമ്പിൾ ആണല്ലേ നമ്മുടെ പ്ലാൻ അല്ലേ? അപ്പൊ എന്തായാലും എല്ലാവരും ഇത് പഠിച്ച് മനസ്സിലാക്കുക. എനിക്കറിയാം ചിലപ്പോൾ ഫസ്റ്റ് ടൈം കേട്ടിട്ടുണ്ടാവുള്ളൂ, ചിലപ്പോൾ ചെറിയ ചെറിയ ഡൗട്ടുകൾ കാണും. നിങ്ങളുടെ ലീഡേഴ്സുമായിട്ട് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുക. ഇതിന്റെ PDF നമ്മുടെ ഗ്രൂപ്പുകളിൽ നിങ്ങൾക്ക് വന്ന് കാണും. അത് പഠിക്കുക, ഡൗട്ട് ഉള്ളത് ക്ലിയർ ചെയ്യുക. കാര്യം ഈ പ്ലാൻ ജനങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ജനങ്ങള് എക്സൈറ്റഡ് ആവും, ത്രില്ലാവും. ഒരു കണ്ടീഷൻ ഇല്ലാണ്ട്, ഒരു ടൈം ലിമിറ്റ് ഇല്ലാണ്ട് പൈസ അക്കൗണ്ടിലേക്ക് വന്നാൽ നമുക്ക് ഹാപ്പിയെന്ന്. കാര്യം നമുക്ക് പൈസ കിട്ടണല്ല. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് കണ്ടീഷൻ ഇല്ലാണ്ട് അവൻ എടുത്ത സെയിലിന് കൃത്യം പൈസ കിട്ടിയാൽ എനിക്ക് ആ ഹാപ്പിനെസ് മതി. അതുകൊണ്ടാണ് നമ്മൾ ഇത്ര എക്സൈറ്റഡ് ആവുന്നത്, ഇത്ര സന്തോഷമാവുന്നത്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ 10 ദിവസമായിട്ട് വീട്ടിൽ പോലും പോയിട്ടില്ല. ഇന്ന് രാത്രി ഞാൻ വീട്ടിൽ കയറി ചെല്ലുള്ളൂ. കാര്യം അത്രയും ബെസ്റ്റ് ആണ് ഈ പ്ലാൻ, അത്രയും ബെസ്റ്റ് ആണ് ഈ പ്രൊഡക്റ്റ്. നിങ്ങളത് ഫീൽ ചെയ്യ്, നിങ്ങളത് യൂസ് ചെയ്യ്, നിങ്ങളായിട്ട് ഇത് ബിസിനസ് ആയിട്ട് ജനങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങൾ എല്ലാവരും വരുമാനം ഉണ്ടാക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സാറിനെ ഞാൻ ഇതാക്കാം, ഹോസ്റ്റാക്കി.